ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ഒരുമിച്ച് കൂടുമ്പോൾ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കാറുണ്ട്. ആ വാക്യം ഇപ്പോൾ പലർക്കും കാണാപ്പാഠമായി കാണുമായിരിക്കും. കാണാപ്പാഠമായാലും ഇല്ലെങ്കിലും നമ്മളത് ഒന്നുകൂടെ വായിക്കുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അത് വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പോട്ട് അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ അഭിഷിക്തനായ പത്രോസ്ലീഹ പറയുകയാണ്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് നാം ആരും വീണു പോകരുതെന്ന്. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവജനത്തെ ഉത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ മുന്നറിയിപ്പുകളും കൊടുക്കും. പലവിധമായ മുന്നറിയിപ്പുകളുണ്ട്. അതിലൊരു സൂചനയാണിത്. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിക്കണമെന്നുള്ള കാര്യം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. രക്ഷയുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് സ്നാനവും ഒക്കെ ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ പറയുകയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു പോകാനുണ്ടായ ചില സാഹചര്യം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളും ആശയങ്ങളും ഒക്കെ പറഞ്ഞത് ദൈവവചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വന്നു. അതായത് രക്ഷയുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലെ യെരുശലേം സിനഡുമായി കൂട്ടിക്കെട്ടി ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയാനിടയായി. നമ്മളതിനൊരു തിരുത്തു കൊണ്ടുവരികയായിരുന്നു. ഈ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ ബാഹ്യാലങ്കാരങ്ങൾ അഥവാ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് എന്നൊക്കെ പറയുന്ന വിഷയം, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയണമെങ്കിൽ സ്നാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പറഞ്ഞു വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 ആഴ്ചയായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്ന് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഏതാണ്ടൊരു പാതി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറയുമായിരുന്നു. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസ സ്നാനം എന്ന വിഷയം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നത്തേതിൽ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയം നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ഒരു 10-16 എപ്പിസോഡുകൾ ആ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ യൂട്യൂബ് സൈറ്റിലുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയം, അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. അതായത് 2 പത്രോസ് 3-17 സ്നാനവുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ചെയ്ത് പറയുകയായിരുന്നു, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന്. നമ്മൾ അറിഞ്ഞതും കേട്ടതും നമ്മൾ ഉറച്ചു നിൽക്കുന്നതുമായ വിശ്വാസ വഴികളെ മറിച്ച് കളയുന്ന രീതിയിലുള്ള ഉപദേശത്തിൻ്റെ പലവിധമായ കാറ്റുകൾ അടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതെല്ലാം വഞ്ചനകളുടെ ലോകമാണ്. വഞ്ചനകളുടെ ലോകം നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് അപ്പോസ്തലനെ മുൻനിർത്തി ഞാൻ പറഞ്ഞത്. പിന്നീട് മുൻപോട്ട് പറഞ്ഞു വന്ന ഈ കാര്യത്തിൽ രക്ഷയും സ്നാനവും എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ടാബർനാക്കളിൻ്റെ പിക്ചറൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോഴാണ് ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒരു പാതി കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ പറയായിരുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ചില നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയായിരുന്നു. മുന്നമേ ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വിശ്വാസ സ്നാനവുമായി ബന്ധപ്പെട്ട ചില മെസ്സേജുകളുണ്ട്. അതിനകത്താണ് ഇതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ് ശരീരത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നൊരു വിഷയം, ആ വിഷയം നമ്മൾ പിന്നീട് എടുത്തിട്ടുണ്ട്. 10-17 എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനകത്ത് ഈ വിഷയങ്ങൾ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. പാപപരിഹാരകനായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷങ്ങൾ, ഇവിടെയൊന്നും ഒരു ഭാരവും വെച്ചില്ല സഹോദരങ്ങളെ. വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം വയ്ക്കുന്നത്. അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് നിങ്ങളെ നയിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മിൽ പാപബോധം വന്ന് വീർപ്പ് മുട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടൊരു വിതുമ്പലോടെ നമ്മൾ ഏറ്റുപറഞ്ഞു, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. ഭയങ്കര നിമിഷങ്ങളായിരുന്നു അത്. ഇന്നെന്ന പോലെ ഒന്ന് ഓർത്തു നോക്കി, എന്താ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്? ഒരുവൻ്റെ തിരുമേനി തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ്. ഒരു തിരുമേനി തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച.
അത് കഴിഞ്ഞ് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങൾ ബോധ്യപ്പെടുത്തി മുൻപോട്ട് നയിച്ചു. അങ്ങനെ മുൻപോട്ട് നയിച്ചപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, തിടുക്കപ്പെടലേ നമുക്കൊന്ന് ഇരുന്ന് കണക്ക് കൂട്ടി നോക്കാമെന്ന്. രണ്ട് പിക്ചർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഒന്നൊരുവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാൽവറിയിലെ ക്രൂശാണ്. അതായത് ബലിപീഠമാണ് അവൻ്റെ കൺമുമ്പിൽ വരുന്നത്, അല്ലേ? അവൻ സ്നാനത്തിന് വേണ്ടി മുൻപോട്ട് ചുവടുകൾ വെക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ വ്യക്തി സ്നാനത്തിന് വേണ്ടി മുൻപോട്ട് ചുവടുകൾ വെക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് ചുവടുകൾ വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് ഇരുന്ന് കണക്കൂട്ടി നോക്കാൻ പറയല്ലേ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പിക്ചറിലെ ആ ബലിപീഠവും താമ്രത്തൊട്ടിയും, വീണ്ടെടുക്കപ്പെട്ടവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള പ്രേരണ തരികയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താ? ബലിപീഠത്തിൻ്റെ കാഴ്ചയാണ്. ബലിപീഠത്തിൻ്റെ കാഴ്ചയിൽ എന്താ നമ്മൾ കാണുന്നത്? ഭയാനകമായ ന്യായവിധിയാണ് കാണുന്നത്. നമ്മൾ സ്നാനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ രക്ഷാനിർണയം പ്രാപിച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു, എത്രയോ മണിക്കൂറുകളായി. അതിനിടയിൽ സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ നമ്മളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കി അതിൻ്റെ ആഴം ഒന്നുകൂടെ ദർശിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഭയാനകമായൊരു ന്യായവിധിയാണ് അവിടെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒടുക്കം ഈ ബാഹ്യാലങ്കാരങ്ങൾ അഥവാ ആഭരണധാരണം ഒക്കെയായി ബന്ധപ്പെട്ട കാര്യമാകട്ടോ പറഞ്ഞത്. ഞാനതിൻ്റെ തുടർച്ചയാണ് പറയാൻ പോകുന്നത്. ഈ കാര്യം ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് പറയാനിരുന്നതാണ്, പക്ഷേ ഇങ്ങനൊരു നടത്തിപ്പ് വന്നുകൊണ്ട് ഞാൻ അഡ്വാൻസ് ചെയ്തങ്ങ് പറയുകയാണ്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആ ബലിപീഠത്തിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭയാനകമായ ന്യായവിധിയാണെന്ന് പറഞ്ഞല്ലോ. മുന്നമേ നമ്മളൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് 3 ന്യായവിധികൾ എന്നുള്ളതാണ്. 3 ജഡ്ജ്മെൻറ്റ്സ്, 3 ന്യായവിധികൾ. ആ 3 ന്യായവിധികൾ എന്ന് പറയുന്ന വിഷയം വളരെ ആഴമുള്ളതും ഗൗരവമായ വിഷയമാണ്. അത് സകല പെന്തിക്കോസ്തുകാരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച പ്രസംഗമാണ്. പക്ഷേ അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. വേറെ പല പ്രസംഗങ്ങളും ഒത്തിരി ആളുകൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് 3 ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്നാനത്തിൻ്റെ മുൻകുറി എന്ന നിലയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത്. ഒന്ന്, നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മറുകരയിൽ എത്തുന്നതും തുടർന്നുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതും സ്നാനത്തിന് മുൻകുറിയാണെന്ന്. ചെങ്കടൽ കടന്നത് സ്നാനത്തിനൊരു മുൻകുറിയാണെന്ന്. അപ്പോൾ സ്നാനത്തിൻ്റെ മുൻകുറി എന്ന നിലയിൽ ഈ 2 കാര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് നോഹയുടെ കാലത്ത് നോഹ നീതിപ്രസംഗിയായിരുന്നു. നോഹ ഏതാണ്ട് ഒരു 100 കൊല്ലക്കാലം സദ്വർത്തമാനം അറിയിച്ചു. ആ കാലഘട്ടത്തിൽ ജനം അറിയുകയും കേൾക്കുകയും ചെയ്യേണ്ടതായ മേഖലകളിലെല്ലാം കടന്നു എന്ന് നോഹ ആ സന്ദേശം അറിയിച്ചു. ദൈവിക ന്യായവിധി വരുന്നു. ആ ന്യായവിധി എന്ന് പറയുന്നത് വലിയ മഴയും ജലപ്രളയവുമായിരിക്കും. എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ആ കാരണത്താൽ ഞാനൊരു പെട്ടകം ഉണ്ടാക്കുന്നു. വലിയവനായ ദൈവം പറയുകയാണ്, ആ പെട്ടകത്തിൽ കയറുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും, അല്ലാത്തവരെല്ലാം മുങ്ങിച്ചാകുമെന്നുള്ള കാര്യം. ഇത് നോഹ ആ ദേശത്തുള്ള സകല മനുഷ്യരോടും പറഞ്ഞു. അങ്ങനെ നോഹയെ അറിയിച്ച സന്ദേശം നോഹയുടെ ബന്ധുക്കളോ അടുത്ത ചാർച്ചക്കാരോ സ്നേഹിതരോ ഒന്നും കൈക്കൊണ്ടില്ല. എന്തിനു പറയുന്നു? ആമക്കൾ കെട്ടിക്കൊണ്ട് വന്ന 3 പെൺപിള്ളേരുണ്ട്. അവരുടെ അമ്മയപ്പന്മാരോ അവരുടെ സഹോദരങ്ങൾ പോലും അത് കേട്ടില്ല, ഏറ്റെടുത്തില്ല. നോഹയുടെ ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാരുടെ മക്കൾ, ഉപ്പാപ്പന്മാർ, ഇവർ എന്ന് വേണ്ട ഒരു പുള്ളിയും അവരെല്ലാം കണ്ടപ്പോൾ ചിരിച്ച് തലയാട്ടി. കൊള്ളാം പാസ്റ്റർ, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ, ഞങ്ങളതിങ്ങനെ കാണാറുണ്ട്, യൂട്യൂബിൽ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടെന്ന്. എങ്ങനെ? യൂട്യൂബിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് അത് തുറന്നു നോക്കാറുണ്ടോ? സമയമില്ല പാസ്റ്ററെ, ഡേയും നൈറ്റും ഒക്കെയാണ്. ഡേയും നൈറ്റും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഡേയും നൈറ്റും. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഡേയും നൈറ്റും ഒക്കെ. ഡേ കഴിഞ്ഞാൽ നൈറ്റ് വരും, നൈറ്റ് കഴിഞ്ഞാൽ ഡേ വരും, അതൊക്കെ അങ്ങനെ വരും. ഓക്കെ, എന്തും ആകട്ടെ. ഈ പെൺപിള്ളേർ കയറി കേട്ടോ, 3 പെൺപിള്ളേരും കയറി. അമ്മയപ്പന്മാർ കയറിയില്ല. അവരെന്നാ സർക്കസിന് പോയെന്ന് നമുക്കറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലെന്നേ, ഒന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. വെച്ചാർന്നേ നമുക്കതൊക്കെ പറയാമായിരുന്നു. ഇത്ര വലിയ മണ്ടത്തരം ഇവർക്ക് എങ്ങനെ പറ്റി? ഇവരെന്തുകൊണ്ടാണ് ഇതൊക്കെ കളിതമാശയായിട്ട് എടുത്തത്? കളിതമാശയായിട്ട് എടുത്ത വേറെയും കഥയുണ്ടല്ലോ, അതെവിടെയാണ്? ലോത്തിൻ്റെ മരുമക്കൾ,
ലോത്തിൻ്റെ മരുമക്കളോട് പറഞ്ഞു മൊത്തം ഉപ്പുതൂണായി പോകും, കുഴപ്പമാകും, ഓടി രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാം എന്നാ പറഞ്ഞത്? മൊത്തം ഉപ്പുതൂണല്ലല്ലോ, അതായത് തീ ഇറങ്ങാൻ പോകുന്നു, തീക്കകത്ത് രക്ഷ പ്രാപിക്കണമെങ്കിൽ പർവ്വതത്തിൽ ഓടി രക്ഷപ്പെട്ടോ എന്നാണ് പറയുന്നത്. അത് കേട്ട മരുമക്കൾ അതൊരു കളിയായിട്ട് എടുത്തത്, കളിതമാശയായിട്ട്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പെന്തിക്കോസുകാരെയാണ് ഞാൻ ആ മരുമക്കളിൽ കാണുന്നത്. കത്തോലിക്കരെ യാക്കോബക്കാരെയൊന്നുമല്ല. നമ്മൾ ഈ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് കട്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ പല പെന്തിക്കോസുകാർ കളിയായിട്ട് എടുക്കുന്നത്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, അയാളെപ്പോഴും ഹോമയാകവും യാഗവീടെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിങ്ങനെ വരും. പിന്നെ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് ഇങ്ങേരുടെ പ്രസംഗം. അവരും ഉള്ളാലെ ചിരിക്കുക, ഞാനും ഉള്ളാലെ ചിരിക്കുക. രസകരമായ കാര്യം, രണ്ടുപേരും ചിരിക്കുക. നമ്മിൽ ആരുടെ ചിരിയാണ് മുഖത്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആരുടെ ചിരി ലൈവായിട്ട് ഉണ്ടാകും, ആര് ഒടുക്കം കരയും എന്നുള്ളത് പിന്നാലെ നമുക്ക് നോക്കാം. തൽക്കാലം ഞാനിങ്ങനെ ഹോമയാഗവും ഭോജനയാഗവും ഒക്കെ ആയിട്ട് പോകും. യാഗപീഠത്ത് യാഗവസ്തുവിനെ കൊണ്ടുവരും, അതിനെ അറുക്കും, തോലുരിക്കും, കണ്ടം കണ്ടമായി നുറുക്കും, പിന്നെ വെള്ളത്തിൽ കഴുകും. അങ്ങനെ പല കാര്യങ്ങളും. ഈ അറുക്കുന്നതിൻ്റെയും തോലുരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരാരെല്ലാം പോയാലും കൊള്ളാം, വന്നാലും കൊള്ളാം, ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതങ്ങനെ തന്നെ മുന്നോട്ട് പോയി കാഹളം ധ്വനിക്കുന്നവരെ ഇരിക്കുമോ ആർക്കറിയാം. അതിരുന്നില്ലെങ്കിലും വേണ്ടില്ലെന്നേ, നമുക്ക് ആയുസ്സും ആരോഗ്യം ഉള്ള കാലം വരെ ഇത് പ്രമാണപ്രകാരം തന്നെ അറക്കും, പ്രമാണപ്രകാരം തന്നെ തോലുരിക്കും, പ്രമാണപ്രകാരം തന്നെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കും, പിന്നെയും വെള്ളത്തിൽ കഴുകും, പിന്നെ ബലിപീഠത്തിൽ അടുക്കി തന്നെ വയ്ക്കും, ചുമ്മാ വാരി വലിച്ചിടില്ല. പിന്നെ സന്ധ്യ മുതൽ പ്രഭാതം വരെ ഇത് കത്തണം, പ്രഭാതത്തിൽ വിറകിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം അങ്ങനെ തന്നെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ മാറ്റാൻ പറ്റും. ഏതെങ്കിലും കൊച്ചമ്മമാരെയോ ഏതെങ്കിലും അച്ചായന്മാരുടെയോ ഒക്കെ മുഖം കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ അവർക്കെന്ത് തോന്നും ഇവർക്കെന്ത് തോന്നും എന്നൊക്കെ പറഞ്ഞ് ആർക്കെന്ത് തോന്നിയാലും ഇത് അങ്ങനെ തന്നെയാണ്. വലിയവനായ ദൈവം മോശയ്ക്ക് പ്രമാണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ചിന്തിക്കുകയായിരിക്കും, ഞാനിതൊക്കെ താഴേക്ക് ഇറങ്ങി വന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള സഹോദരി സഹോദരന്മാർ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമമാവില്ലേ? സജിപ്പാസ്റ്റൊന്നും ചിന്തിക്കുന്ന പോലെ മോശ ചിന്തിച്ചില്ല. എങ്ങനെ ഇറങ്ങി വന്ന ഒരു വരവാർന്നു, കൊടുങ്കാറ്റ് പോലെ എങ്ങനെ ഇറങ്ങി വന്നത്. വലിയവനായ ദൈവത്തിൽ നിന്ന് കയ്യേറ്റുവാങ്ങിയ പ്രമാണം ഇസ്രായേൽ ജനത്തെ കേൾപ്പിച്ചു, ഇങ്ങനെയാണ് ഇനി മുതലെന്ന്. ഈ പാളയത്തിൽ ഇങ്ങനെ ജീവിക്കുകയും ഈ പ്രയാണത്തിൽ ഇങ്ങനെ ഒരുമിച്ച് പോവുകയും ചെയ്യണമെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നവരെ നിന്നാൽ മതി എന്നായിരിക്കും മോശ പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ലായിരിക്കാം, എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്, നോഹയുടെ കാലത്ത് സമയമായപ്പോൾ യഹോവയായ ദൈവം വാതിലടച്ചു. അകത്തേക്ക് നോക്കിയേ, നോഹയും പെമ്പിളയും ഉണ്ട്, 3 ആമക്കളുമുണ്ട്, മരുമക്കളുമുണ്ട്. ഒരു കുഞ്ഞു പോലും അകത്ത് കയറിയില്ല. ഭയങ്കര ശുശ്രൂഷയായിട്ട് നടന്നതാണ്. ലോകപ്രശസ്ത സുവിശേഷകൻ ശ്രീമാൻ നോഹ ഇന്ന് ഞങ്ങളുടെ തെരുവിൽ പ്രസംഗിക്കുന്നതാണ്, എല്ലാവരും കേൾക്കാൻ വരണം. എല്ലാവരും വന്നു. ഓർഗനൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയായിരുന്നു. അവിടെ ഭയങ്കര സർക്കസൊക്കെ നടന്നതാണ്. പക്ഷെ ഇത് കേട്ടവരാരും അകത്ത് കയറിയില്ല. നോഹ ഇടത്തോട്ട് നോക്കിയപ്പോൾ ഭാര്യ നിൽപ്പുണ്ട്, വലത്തേക്ക് നോക്കിയപ്പോൾ മക്കളും അവരുടെ പുറയിൽ മരുമക്കളും നിൽപ്പുണ്ട്. അവിടെ ഒക്കെ മുഖത്തൊരു ദുഃഖമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺപിള്ളേരുടെ ദുഃഖം എൻ്റെ അമ്മയപ്പന്മാർ കയറിയില്ലല്ലോ, സഹോദരങ്ങൾ കയറിയില്ലല്ലോ എന്നുള്ളതാണ്. നോഹയുടെ ഉള്ളിലും ഒരു ഘനീഭവിച്ച ദുഃഖമുണ്ട്. കാരണം അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ഉണ്ടല്ലോ. ഇന്നലെ വരെ പല കാര്യത്തിലും സഹകരിച്ചിരുന്നവരുണ്ട്. നോഹ ഇതിന് കീല് തേക്കാൻ വേണ്ടി കീല് മേടിച്ച ആ ഹാർഡ്വെയർ ഷോപ്പ് അവിടെയുണ്ട്. ആ ഹാർഡ്വെയർ ഷോപ്പ് കടന്ന് ചാക്കോച്ചായൻ ഈ കീല് മേടിക്കാൻ നേരത്ത് ചോദിച്ചു, എന്തിനാ നോഹ ഈ കീലൊക്കെ മേടിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന പെട്ടകത്തിനകത്ത് അകത്തും പുറത്തും തേക്കണമല്ലോ, അല്ലെ വെള്ളം കയറുമല്ലോ. അപ്പം ചാക്കോച്ചൻ മനസ്സിൽ ചിന്തിച്ചു, ഈ അവന് മഴയില്ലാത്ത കാലത്ത് ഇവൻ എന്നെ ഇനി മഴ പെയ്യിപ്പിക്കാൻ പോവാണോ എന്നൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും, ആർക്കറിയാം. അങ്ങനെ പല രീതിയിലും ചിന്തിച്ച് കാണും. അവൻ്റെ ഒരു പെട്ടിക്കട എന്നൊക്കെ വേണേൽ പറഞ്ഞു കാണും. പുള്ളി പറഞ്ഞത് പെട്ടകം ഉണ്ടാക്കുക എന്നായിരിക്കാം, അവർ കേട്ടത് മാടക്കട ഉണ്ടാക്കുക എന്നോ പെട്ടിക്കട ഉണ്ടാക്കുക എന്നൊക്കെ ആയിരിക്കും അവർ കേട്ടത്. കാരണം അവരുടെ ചെവിയൊക്കെ ഇച്ചിരി പതുക്കിയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കക്ഷികളൊന്നും കയറിയില്ല സഹോദരങ്ങളെ. ഒടുക്കം മഴ പെയ്തു, വെള്ളം പൊങ്ങി, ഭയാനകമായ ന്യായവിധി. ഇത് മുന്നമേ പറഞ്ഞിട്ടുള്ളതാ, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതാ. എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പറയുന്ന വിഷയത്തിന് ഇത് അനിവാര്യമാണെന്നേ. ഇപ്പോൾ പറയുന്ന വിഷയത്തിന്, വിശേഷാൽ കഴിഞ്ഞ ആഴ്ച ഒടുക്കം ഞാൻ പറഞ്ഞു വെച്ച കാര്യത്തിന് ഇത് അനിവാര്യമാണ്. എന്നോട് കോപം തോന്നിയിട്ടുള്ള സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരെയൊക്കെ ഞാൻ തണുപ്പിക്കാൻ പോവുക. എങ്ങനെയാണ് തണുപ്പിക്കുന്നത്? നോഹയുടെ കാലത്ത് പെയ്ത മഴയെന്ന് പറയുന്നത് തണുക്കുന്ന മഴയാണ്. ആ മഴ എല്ലാ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മുമ്പിൽ കൊണ്ടുവരിക.
ഭയങ്കര പെയ്ത്തായിപ്പോയി. പെയ്ത്തെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര പെയ്ത്ത്, മേഘവിസ്ഫോടനം പോലെ ഒരു വിസ്ഫോടനമായിപ്പോയി. അങ്ങനെ എല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അവിടെ അന്ന് എന്തുമാത്രം ഐശ്വര്യ റോയിമാരുണ്ടായിരുന്നു, വേറെ പലതരം റോയിമാരുണ്ടായിരുന്നു. അവിടെ ലോകപ്രശസ്ത സുന്ദരന്മാരുണ്ടായിരുന്നു, എല്ലാ സൈസ് സെലിബ്രിറ്റികളും ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം വെള്ളത്തിൻപുറകെ ഇങ്ങനെ ഒഴുകി നടക്കുക. ഇപ്പോൾ ദിവസങ്ങൾ കുറേ ആയല്ലോ. അപ്പോൾ അങ്ങനെ ഒഴുകി നടന്ന് എന്തിനു പറയുന്ന എല്ലാം ചീഞ്ഞഴുകി ഒരു പരുവായിപ്പോയി, ചീഞ്ഞഴുകി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ചില കുരുത്തക്കെട്ടന്മാരുണ്ട്. അവന്മാർ ഈ ആളുകളുടെ പേഴ്സും മൊബൈൽ ഫോണും വേണേൽ മാലയും കമ്മലും ഒക്കെ ഊരിക്കൊണ്ട് പോകും. ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കുന്ന സമയത്ത് കിട്ടുന്ന അവസരം വിനിയോഗിക്കും. പക്ഷേ ഇവിടെ അതിനുള്ള ഒരു അവസരവും. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ 8 പേരേ ഉള്ളൂ, അവർ പെട്ടകത്തിനകത്താണ്. ബാക്കി ഇത് ഊരാനോ പിടിക്കാനോ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഭൂമിയിലില്ല, എല്ലാം അങ്ങനെ പോയി. അപ്പോൾ അതെന്തൊരു കാഴ്ചയായിരിക്കും, ഭയാനകമായ ന്യായവിധി. ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞാൽ മതി, ഇത്രയൊന്നും നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. ചില ആളുകളൊക്കെ നമ്മുടെ യൂട്യൂബ് മെസ്സേജിനടി വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, മിസ്റ്റർ നിങ്ങളിങ്ങനെ നീട്ടരുത് കാര്യങ്ങൾ, നിങ്ങൾക്കൊരു 15 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ച് നിർത്തരുതോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നീട്ടി പരത്തി പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അവരറിയുന്നുണ്ടോ ഇത് പരത്തിയിട്ട് പോലും പലരുടെ തലയ്ക്കകത്തേക്ക് കയറുന്നില്ലെന്ന്? അപ്പോൾ പരത്താതെ എങ്ങനെ അകത്തേക്ക് കയറും? ഇത് നീട്ടിയിട്ടും പരത്തിയിട്ടും ചില ഇടങ്ങളിലൊന്നും ഒരു കുലുക്കം പോലും ഇല്ല, ഒരു രോമം അനങ്ങുന്നില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ, ഒരു കുലുക്കം ഉണ്ടാവില്ലോ എന്നുള്ളതാണ്. ഈ മഴയെല്ലാം പെയ്യിപ്പിക്കുമ്പോൾ ഒരു കുലുക്കം ഉണ്ടാവില്ലേ? പക്ഷെ ചിലരൊന്നും പറയുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ കുലുങ്ങുന്ന ഇനമല്ലെന്നാ. എന്തു ആകട്ടെ, ഭയാനകമായ ന്യായവിധിയാണ്. ആദ്യം കാക്കേനെ പറഞ്ഞു വിട്ടു, പിന്നെ പ്രാവിനെ പറഞ്ഞു വിട്ടു, ഇതൊക്കെ നമുക്കറിയാം. എന്തായാലും അതിൻ്റെ അപ്പർ ഡെക്കി വന്നിട്ട് നോഹയും കുടുംബവും കൂടെ ഒരു നോട്ടം നോക്കി കാണും ചുറ്റോടി ചുറ്റും. എന്തൊരു ഭയാനക ന്യായവിധിയാണെന്നാണ് ഞാനീ പറഞ്ഞു കൊണ്ടുവരുന്നത്. സ്നാനത്തിൻ്റെ മുൻകുറി നമ്പർ 1. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിലൂടെ രക്ഷപ്രാപിച്ചു. ഭയാനകമായ ന്യായവിധിയാണ് അവിടെ വെളിപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം എന്താ, ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ്. അവിടെയാണ് തൻ്റെ ദാസനായ മോശയോട് ദൈവം പറയുന്നത്. എന്താ പറയുന്നത്? നിൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്ത് ചെയ്യാനാണ് പറയുന്നത്? ചെങ്കടലിൻ്റെ കരയിൽ നിന്നും എങ്ങനെയാണ്, മോശയുടെ കയ്യിൽ വടിയൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ചെങ്കടൽ വിഭാഗിച്ച ഒരു മറുകര വന്നത്? സഹോദരിമാരെ വേഗം പറയൂ, എത്ര കാലമായി ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട്. യെസ്, മോശയോടും വടി നീട്ടാൻ പറഞ്ഞു. ഇനി സഹോദരിമാരാരെങ്കിലും ഉണ്ടോ? കേട്ടില്ല. പിന്നെ പുസ്തകമൊക്കെ നോക്കി എല്ലാം വായിച്ചു കഴിഞ്ഞാൽ വേഗം മൈക്ക് ഓഫ് ചെയ്തോ? ബാക്കി എല്ലാവരും മണ്ടന്മാരും പുസ്തകം നോക്കിയിട്ട് അത് പറയുന്നത് വലിയ കേമത്വമൊന്നുമല്ല. നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് ധരിച്ചു വെച്ചായിരുന്നത്? സഹോദരി ലിസ ബൈബിൾ തുറന്ന് ആ ഭാഗം നോക്കി വായിച്ചിട്ടൊരു ഉത്തരം പറഞ്ഞു. അത് വായിക്കുന്നതിന് മുമ്പ് തലയ്ക്കകത്ത് എന്തായിരുന്നായിരുന്നെന്നൊന്നൊരു ഉത്തരം പറഞ്ഞേ. പുസ്തകത്തിലേക്കൊക്കെ നോക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡായിട്ട് പറയണം, ബ്ലൈൻഡായിട്ട്. കണ്ടോ? സ്കൂളൊക്കെ ഏതാ? അത് യാക്കോബക്കാരുടെ സൺഡേ സ്കൂളല്ലേ പഠിച്ചത്? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ യാക്കോബക്കാരൻ്റെ അച്ഛൻ അടൂർ ഭാഗത്തുള്ള അച്ഛൻ ഇന്നലെ മിനിങ്ങാന്ന് RSSൻ്റെ പ്രോഗ്രാമിൽ ഗണഗീതം പാടുകയാണ് നിന്ന്. നാണം കെട്ടവന്മാർ. RSSൻ്റെ 100ാം വാർഷികത്തിൽ യാക്കോബ് പള്ളിയിലെ അച്ഛൻ നിന്ന് ഗണഗീതം പാടുകയാണ്. ഇന്ത്യയുടെ മതമാണ്, അതാണ് ഇതാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞാണ് പാടുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതോർത്ത് സ്തോത്രം. വല്ല ബോധമുണ്ടവന്മാർക്ക്. നമ്മൾ പറയും, നമ്മൾ ഈ ചില ഗുരുത്തം കെട്ട ജഡീകന്മാരായ ബന്ധുക്കോസുകാരെ കണ്ടിട്ട് പറയും, ഇതിലൊക്കെ എത്രയോ ഭേദം യാക്കോബെ ഓർത്തഡോക്സിനൊക്കെ പറഞ്ഞു കളയും. പിന്നെ അത്ര ഭീകരന്മാരാ അവന്മാരാണ് ദൈവസഭയെ പെട്ടിക്കടാന്ന് വിളിക്കുന്നത്, മാടക്കടാന്ന് വിളിക്കുന്നത്. അവനോടൊക്കെയുള്ള മറുപടിയായി പറഞ്ഞത്. വെള്ളത്തിൽ മുങ്ങിച്ചാകാനിരിക്കുക ഗണഗീതം പാടിക്കൊണ്ട്. ഇത് അച്ഛന്മാരും ബത്രാന്മാരും ഒക്കെ പഠിപ്പിക്കുന്ന സാധനമാണ്. ഞാനിത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. വടി നീട്ടി. ഈ അടുത്ത ദിവസം ഈ അടൂർ ഒരു കള്ളപ്രവാചകനുണ്ടല്ലോ, അടൂർ, ആ വിദ്വാൻ ഇങ്ങനെ പ്രസംഗിച്ചത് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വൈറലായിട്ട് എവിടെയോ സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഇങ്ങനെ വൈറലായിട്ട് വന്നു. മോശയുടെ വടി നീട്ടിയതുപോലെ എല്ലാവരും വടി നീട്ടിക്കോളാൻ പറഞ്ഞു. മോശ വടിയൊന്നും നീട്ടിയില്ല. മോശ എവിടെ വടി നീട്ടിയെന്ന? മോശ വടി കരത്തിലെടുത്തു. മോശ കരം നീട്ടി. ആ കരത്തോട് ചേർത്ത് യഹോവയായ ദൈവം തൻ്റെ കരം വെച്ചു. ഒരൊറ്റയാൾ ഉത്തരം പറഞ്ഞില്ല. ഒരാൾ പറഞ്ഞത് ബൈബിൾ നോക്കിയിട്ടാണ്. എൻ്റെ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ?
ഇത് അറിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാൻ സ്റ്റക്കായി പോവും. എനിക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ട്. എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. അതങ്ങ് വിട്ടേക്കുക, പോട്ടെ, അവരറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, ആകാശം ഇടിഞ്ഞൊന്നും വീഴില്ലല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷേ എനിക്കങ്ങനെ പറ്റണില്ല. എന്താണോ ഐശയ്യാ ചാപ്റ്റർ 63 വേഴ്സ് 12. ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല, ചുമ്മാ കയറി വായിക്കേണ്ടി വരും. വായിക്കേ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും. ഇതൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊരു കുഞ്ഞു ഓർക്കുന്നില്ലെന്നുള്ളതല്ലേ സങ്കടകരമായ കാര്യം. ഞാനിതൊക്കെ മുന്നമേ പറഞ്ഞിട്ടുണ്ടെന്നേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോശ കൈ നീട്ടി എന്ന് പറയുമ്പോൾ ആ കരത്തോട് ചേർത്ത് വെച്ച കരം എന്നൊക്കെ പറഞ്ഞ് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. മോശയുടെ കരത്തോട് ചേർത്ത് വെച്ച കരമെന്ന്. അതൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്താ? ഈ വാക്യം മുൻനിർത്തിക്കൊണ്ടല്ലേ പറയുന്നത്. മോശ മാത്രമല്ല കൈവച്ചത്, മോശയുടെ കരത്തോട് വലിയവനായ ദൈവത്തിൻ്റെ വലങ്കരം ചേർത്ത് വെച്ചു. അതാണ് പുറപ്പാട് പുസ്തകത്തിലുള്ളത്. പുറപ്പാട് പുസ്തകത്തിൽ മോശ കൈ നീട്ടിയെന്നുണ്ട്. മോശയുടെ കയ്യിൽ വടിയുണ്ട്. ആ വടി കയ്യിൽ വെച്ചുകൊണ്ട് വടി നീട്ടിയെന്നല്ല വായിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പഠിപ്പീരുകാരെന്ന് പറയുന്ന ആൾക്കാരെല്ലാം ആളുകളെ ചുറ്റിക്കുന്നത്. അതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ രക്തം ശ്വാസം മുട്ടിച്ചത്തത് ഭാരം വെക്കരെന്നൊക്കെ പറഞ്ഞ് ഈ മറ്റേ ഉപദേശിയും വന്നത്. അത് പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ യൂട്യൂബിൽ എന്തോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ അടുത്തൂടെ പോയി. ആ വീഡിയോയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഉപദേശി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തംനെയിലാണ് ഈ കാണുന്നത്. തംനെയിൽ അതിൻ്റെ ടൈറ്റിൽ നോക്കിയേ. അതായത് TPM സഭയുടെ തെറ്റായ രീതികൾ സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്നതാണ്. TPM ഒരു കൾട്ട് സഭ. പാസ്റ്റർ ഡാഷ് ക്രിസ്ത്യൻ മെസ്സേജ് മലയാളം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ പച്ച നിറവാണ്. ഇനി മാറ്റിക്കോ. ഇതൊരു യൂട്യൂബ് തംനെയിലാണ് കണ്ടത്. ഈ പറയപ്പെട്ട ഉപദേശിയുടെ ഉപദേശങ്ങളും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപദേശി പറഞ്ഞത് ഞങ്ങൾ സിവിലും ക്രിമിനലുമായിട്ട് കേസ് കൊടുക്കുന്ന. ഉപദേശിയുടെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ സൈബർ സെല്ലിനെ വിളിക്കുന്ന. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, TPM ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ മോശടന്മാരൊക്കെ കാണുമായിരിക്കും. അവർ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടൊക്കെ പറയുമായിരിക്കാം. പക്ഷേ അവരുടെ ഇടയിലുള്ള ശുശ്രൂഷകന്മാർ എന്തായാലും ആ ചങ്ങാതിക്കെതിരെ സിവിലായും ക്രിമിനലായും കേസ് കൊടുക്കുമെന്നോ സൈബർ സെല്ലിനെ വിളിക്കുമെന്നോ ഒന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവരുടെ പല ഉപദേശങ്ങളോടൊക്കെ ആശയപരമായി വിയോജിപ്പുള്ളയാളാണ്. പക്ഷേ ഈ മനുഷ്യരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നേ. നമ്മൾ ഈ കഥയൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ മനുഷ്യരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ധാരാളം മനുഷ്യരുണ്ട്. അവർ കൾട്ട് സഭയാണെന്ന് പറയുന്ന ആൾ അതിലും വലിയ അന്താരാഷ്ട്ര കൾട്ടാണ്. അതാണ് ലോക തമാശ. അവരെന്തായാലും ആത്മാവിലുള്ള ആരാധനയെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിലാണ് അവരും അറിയപ്പെടുന്നത്. എന്തും ആകട്ടെ, കുറവുകളും ഉപദേശ പെശകളോ കാര്യങ്ങളോ ഒക്കെ വേറെ, അതൊക്കെ നിൽക്കട്ടെ. പക്ഷേ ആത്മാവിലുള്ള ആരാധനയെ നിരുത്സാഹപ്പെടുത്തുകയോ അങ്ങനെയുള്ള ആളുകളെ പുച്ഛിക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല അവരൊന്നും അങ്ങനെ ചെയ്യില്ല. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെന്നേ, അത് നമുക്ക് വേറെ ഫയലായിട്ട് എടുക്കാം. ജനറലായിട്ട് പറയുമ്പോഴാണ് ഞാനീ പറയുന്നത്, അവരൊന്നും അങ്ങനെ ചെയ്യില്ല. ഇത് നിങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലായോ? നോക്കണം, തനിക്കെതിരെ ആരൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് കോപം വന്നു. അതേസമയം താൻ മറ്റുള്ളവർക്കെല്ലാം എതിരെ പറയും. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനെതിരെ ഈ പറയപ്പെട്ട ഉപദേശി പറയുകയാണ് അദ്ദേഹം കൾട്ടാണെന്ന്. ഇദ്ദേഹത്തിന് കൾട്ടാണെന്ന് തോന്നാനുള്ള കാരണം എന്നാ? അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് നമ്മൾ മണ്ണ് തപ്പും. ചുമ്മാ പറയുകയാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ കൾട്ടാണ്, ദുരുപദേശകനാണ്, അതാണ് ഇതാണെന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടത് കൊണ്ടാണ് ഈ 3-4 ആഴ്ചയായിട്ട് ഇയാളുടെ മണ്ടത്തരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കൊണ്ടുവന്നത്. കുറേ ആഴ്ചകളായാലും നമ്മൾ പറയാൻ തുടങ്ങി ഏറ്റവും ആദ്യത്തെ ആഴ്ചയിലെ ആ മെസ്സേജിൻ്റെ ഹെഡിങ് എന്തായിരിക്കും രതീഷേ? നമ്മൾ ഈ വിഷയം പറഞ്ഞു തുടങ്ങിയ ആദ്യത്തെ മെസ്സേജിൻ്റെ ഹെഡിങ് രക്ഷാഭദ്രതക്കാരായ നവീന പെന്തക്കോസുകാരുടെ ഉപദേശങ്ങളിലെ പാപ്പരത്വം എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. ആ മെസ്സേജിനകത്ത് ഈ കഴിഞ്ഞ ദിവസം 2-3 കമൻസ് വന്നു. നമ്മൾ രക്ഷാഭദ്രതക്കാരായ ഉപദേശിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അവരുമായി ബന്ധപ്പെട്ടതോ അല്ലെ അവരെ അടുത്തറിയാവുന്നതോ ആയ ആളുകളുടെ കമൻസ് അതിനകത്ത് വന്നു. നമ്മളിവിടെ പറഞ്ഞതിൻ്റെ 2 ഇരട്ടി കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചത്തെ മെസ്സേജ്, ആത്മരക്ഷയും ആഭരണദാനവുമായി എന്ത് ബന്ധം?
ആത്മരക്ഷയും ആഭരണധാരണവുമായി എന്തു ബന്ധം എന്ന് ചോദിക്കുന്ന ഒരു മെസ്സേജ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു. അതിനകത്തും ഇത്തരം കമൻസൊക്കെ വന്നിട്ടുണ്ട്. കൃത്യമായ കമൻസ്, കൃത്യമായ കാര്യങ്ങൾ നോക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്? ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, TPM സഭ ഒരു കൾട്ട് എന്ന് പറയുന്നയാൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആത്മാവിലുള്ള ആരാധനയൊന്നുമില്ല. അവർ പറയുന്നു ഉണ്ടെന്ന്. നമ്മൾ കണ്ടെന്നേ, കണ്ണാലെ കണ്ടിട്ട് നമ്മളെങ്ങും കണ്ടില്ല. അവർ ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം നമ്മളിവിടെ വിശദമായി പറയുന്ന ആൾക്കാരാണ്. നമുക്കതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഉണ്ടെന്നേ. നമ്മൾ ആഴ്ചയിൽ 7 ദിവസവും വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവത്തിന് മഹത്വം പെരുമാറി ജീവിക്കണം. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ആത്മാവിൽ ആരാധനയുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കും, അല്ലേ? എൻ്റെ ഭാഷയിലും ദൈവത്തെ സ്തുതിക്കും. അവിടെ ശബ്ദം ഉണ്ടാകും. ചിലപ്പോൾ കൈകളൊക്കെ അടിക്കും, ചിലപ്പോൾ കൈ അടിച്ചില്ലെന്നിരിക്കും, ചിലപ്പോൾ കൈ ഉയർത്തിപ്പിടിക്കും, ചിലപ്പോൾ ശബ്ദങ്ങൾ കുറയും, ചിലപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. അങ്ങനെ വിവിധ നിലകളിൽ ശക്തിയേറിയ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ സന്തോഷിക്കുന്ന അസാധാരണ നിമിഷങ്ങളാണതെല്ലാം. ചുമ്മാ വന്നിരുന്ന് CSI പള്ളിയിൽ പാട്ട് പാടുന്നത് പോലെ 2 പാട്ട് ഉണങ്ങി വരണ്ട നിന്ന് പാടിയിട്ട് ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ലെന്നേ. ഞങ്ങൾ പെന്തിക്കോസുകാർ അംഗീകരിക്കില്ല. നിങ്ങൾക്ക് എന്തും പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാനും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും നിങ്ങളെ അലോസരപ്പെടുത്തില്ല. പക്ഷെ പെന്തക്കോസ്ത് സമൂഹം അനുവർത്തിക്കുന്ന രീതികൾ ഇതെല്ലാമാണ്. ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആത്മാവിൽ ആരാധിക്കുന്ന നിങ്ങൾക്ക് ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവൻ പെന്തക്കോസ്തുകാരുടെയും ജീവിതത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ നമുക്ക് പറ്റില്ല. അതെങ്ങനെ തരാൻ പറ്റും? അങ്ങനെ നമുക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറ. എനിക്ക് എൻ്റെ കാര്യം മാത്രം പറയാൻ പറ്റും. അത്യാവശ്യം ഒരു മിനിമം സർട്ടിഫിക്കറ്റൊക്കെ തരാം, അത്ര തന്നെ. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ തിരുത്തേണ്ട മേഖലയുണ്ടെങ്കിൽ പറഞ്ഞേരെ, തിരുത്തിയേക്കാം. കൈയടിക്കരുത്, ഒച്ചത്തിൽ പാടരുത്, അതാണോ തിരുത്തൽ? നിങ്ങൾക്ക് അന്യഭാഷയിൽ പറയണമെങ്കിൽ ബാത്റൂമിലിരുന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതിനൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ആട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയതാ. നമുക്ക് തിരിച്ച് നമ്മുടെ ആ പഴയ ട്രാക്കിലേക്ക് തന്നെ വരാം. മോശ ചെങ്കടലിന് നേരെ കരം നീട്ടി. ആ കരത്തോട് വലിയവനായ ദൈവം തൻ്റെ വലങ്കരം ചേർത്ത് വെച്ച് ചെങ്കടൽ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ തൻ്റെ ജനമായ ഇസ്രായേൽ മറുകര കടന്നു. പിന്നെ എന്താ സംഭവിച്ചത്? അതേ കാര്യം തന്നെ ചെയ്യാനായിട്ട് ഫറവോയും കൂട്ടരും ശ്രമിച്ചു. പിന്നത്തേതിൽ മോശയോട് പറഞ്ഞു, നിന്റെ കരം നീട്ടി വെള്ളം പഴയതുപോലെ ആക്കാൻ പറഞ്ഞു. പിന്നീട് വെള്ളം പഴയതുപോലെ ആയപ്പോൾ ഫറവോയും സംഘവും ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. എന്ന് വെച്ചാൽ എന്താ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു ഭയാനകമായ ന്യായവിധിയാണ് സംഭവിച്ചത്. ഇസ്രായേൽ മറുകര കടന്നു. മിരിയാമിൻ്റെ കയ്യിൽ തപ്പ് വന്നു കഴിഞ്ഞു. ജനമെല്ലാം പാട്ടുപാടാൻ ആരംഭിച്ചു. കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞെന്നുള്ള പാട്ട് ഈണത്തിൽ പാടി തുടങ്ങി. ശക്തമായി പാടുകയാണ്. മിരിയാമിൻ്റെ കയ്യിൽ ചാപറിനൊക്കെ ഇരിപ്പുണ്ട്, അടിച്ചടിച്ച് പാടുകയാണ്. അങ്ങനെ ശക്തിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഈ പാട്ട് പാടുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചെങ്കടലിൽ ഫറവോയും സംഘവും എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. അവിടെ ഭയാനകമായ ദൈവിക ന്യായവിധിയാണ് വെളിപ്പെട്ടത്. ഭയാനകമായ ദൈവിക ന്യായവിധി. സ്നാനത്തിൻ്റെ മുൻകുറി നമ്പർ 2. ഇത് കഴിഞ്ഞ് നമ്മൾ നമ്പർ 3 ജഡ്ജ്മെൻറ്റിലേക്ക് വരും. നമ്പർ 3 ജഡ്ജ്മെൻറ്റ് എവിടെ മുതലാണ്? ഗെത്സമനയിലേക്ക് വരുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പാനപാത്രം മുഴുവൻ കുടിക്കുകയാണ്. ഗെത്സമനയിലേക്ക് വരുന്നത് ആരാ? പിതാവിൻ്റെ പ്രിയപുത്രന്. ഗെത്സമനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആരാ? പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ പാപമാക്കപ്പെട്ടിരിക്കുന്നു. പിന്നത്തേതിൽ ചേവകന്മാരൊക്കെ വന്ന് പിടിച്ചോണ്ട് പോവുകയാണല്ലോ, അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുവരുന്നത് മഹാപുരോഹിതൻ്റെ അരമനയിലേക്കാണ്. അരമനയിലേക്ക് വന്ന് വിസ്താരങ്ങൾ നടക്കുന്നു. അവിടെ നിന്ന് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക്, അവിടെ നിന്ന് പിന്നെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും മടങ്ങി വരുന്ന പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് വിസ്താരം പൂർത്തീകരിക്കപ്പെടുന്നു. ഒടുക്കം ജനമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി, നസ്രായന യേശുവിനെ വേണ്ട. അങ്ങനെ ജനത്തിന് വേണ്ടി ബറബാസിനെ വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ പച്ച പൈന്മര കുരിശും ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥായിലേക്ക് വരികയാണ്. ഗോൽഗോഥായിലേക്ക്. ഒത്തിരി കേട്ടിട്ടുള്ളതാണെങ്കിലും വീണ്ടും കേൾക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകണം.
1000 വട്ടം കേട്ടിട്ടുള്ളതാ. പക്ഷെ സൂക്ഷിച്ചു നോക്കുക, 2 കള്ളന്മാരുടെ നടുക്ക് റോമൻ പടയാളികൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ആണിയടിക്കുന്നു, ആ കാലുകളിൽ ആണിയടിക്കുന്നു, ആ തലയിൽ മുൾക്കിരീടം ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ആ ക്രൂശ് ആ കുഴിയിലേക്ക് അവർ പിടിച്ചിടുന്ന ആ ഒരു ഇടലുണ്ടല്ലോ, ആ ഇടുന്ന സമയത്ത് പച്ച മാംസത്തിലൂടെയല്ലേ ആണിയടിച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. ആ ക്രൂശയിൽ തൂങ്ങിക്കിടക്കുന്ന ആ നിമിഷങ്ങൾ അല്ലേ, അതിൽ കടന്നു പോയവരും വന്നവരും പോയവരും ഒക്കെ എന്താ പറഞ്ഞത്? അവരൊക്കെ പരിഹസിച്ചിട്ടാണ് പോയത്. നീ നിന്നെ തന്നെ രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കള്ളനും അങ്ങനെ തന്നെയല്ലേ, 2 കള്ളന്മാരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. പിന്നത്തേതിൽ ഒരു കള്ളന് അനുതാപം വന്നു. നമ്മൾ ആ ക്രൂശിങ്കിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഭയാനകമായ ന്യായവിധി, ദൈവ കോപാഗ്നിയാണ് അവിടെ ഇറങ്ങി വരുന്നത്. സ്നാനത്തിനൊരു മുൻകുറി. ഇതെവിടെയാണ് പറഞ്ഞു തുടങ്ങിയെന്നല്ലോ മനസ്സിലായോ? അയ്യോ, ഇതെവിടെയാണ് പറഞ്ഞു തുടങ്ങിയത്? യാഗപീഠം, താമ്രത്തൊട്ടി, രണ്ടിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. വിശ്വാസ സ്നാനത്തിന് ഇറങ്ങാൻ തുടങ്ങുക. അവിടെ വെച്ചല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബലിപീഠത്തിലെ കാഴ്ച കാണുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയല്ലേ നമ്മളെ, ഇത്ര വലിയ കാഴ്ചയാണത്. ന്യായവിധിയുടെ ആഴം, നമ്മുടെ മേൽ വരേണ്ട ന്യായവിധി മറ്റൊരുവൻ്റെ മേൽ വന്നെന്നല്ലേ പറഞ്ഞു വരുന്നത്. ഭയാനകമായ ന്യായവിധിയാണത്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ഒരുവൻ, അതാണ് യോഹന്നാൻ 16:9, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരുവനിൽ ആരംഭിക്കുമ്പോൾ, ഒരു പാപിയുടെ മേൽ പരിവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പാപിയുടെ മേൽ പരിവർത്തിച്ചു തുടങ്ങിയാൽ അവന് പാപബോധം വരും, പാപത്തെക്കുറിച്ച് ബോധം വരും. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കിയ ഇടം ഗോൽഗോഥ, ഭയാനകമായ ന്യായവിധി. ന്യായവിധിയുടെ ആഴം അവൻ്റെ കണ്ണാലെ അവൻ കാണുകയാണ്. ന്യായവിധിയുടെ ആഴം അവൻ്റെ കണ്ണാലെ അവൻ കാണുകയാണ്. അത്ര വലിയ ന്യായവിധിയാണ് അവിടെ സംഭവിച്ചത്. ഭയങ്കര ന്യായവിധി. ഞാൻ പോകേണ്ട സ്ഥാനത്തേക്ക് എനിക്ക് പകരക്കാരനായി ഒരുവൻ കടന്നുപോയി. എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്? എന്തിനാ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ പിന്നെ ഇതൊക്കെ പറയുന്നത്? ഇത് അകത്തേക്ക് അങ്ങ് കയറണമെന്നേ. എന്തുകൊണ്ടാണ് ബാഹ്യാലങ്കാരങ്ങൾ മുതലായ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്? നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണ്ണ സമർപ്പണത്തിലായിരുന്നു. തൻ്റെ ശരീരം പീഡിപ്പിക്കപ്പെട്ടു, തൻ്റെ പ്രാണനിൽ തന്നെ ശിക്ഷ ഏറ്റെടുത്തു. പാപമെന്നുള്ള വിഷയം പഠിക്കണം. അതൊന്നും പറയാതെ ഞാൻ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞു പോകുന്നത്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേര് അതൊക്കെ കേട്ടിട്ടുള്ളവരാണ്, കേൾക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. ഏതൻ തോട്ടത്തിലേക്ക് പോകേണ്ടി വരും. ഈ ബാഹ്യ അലങ്കാരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഏതൻ തോട്ടത്തിലേക്ക് പോകേണ്ടി വരും. ദൈവീക കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് വന്ന മനുഷ്യൻ കൂട്ടായ്മയുടെ ഗൗരവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടു. അവൻ നമ്മുടെ ശിരസ്കനായി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വന്നവൻ്റെ പിൻതലമുറയാണ് ഈ ഭൂമിയിലുള്ളത്. അവരറിയപ്പെടുന്നത് പാപികൾ എന്നുള്ള നിലയിൽ തന്നെയാണ്. പാപികളും ദോഷികളുമായ മനുഷ്യർ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന മനുഷ്യർ, ആത്മീയമായി മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ആളുകളെയാണ് സുവിശേഷം കേൾപ്പിക്കുന്നത്. അവൻ്റെ കാതുകളിലാണ് സുവിശേഷം കടന്നു വരുന്നത്. ആ സുവിശേഷം അവന് കണ്ണിന് മറനീക്കി അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെയാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ കാണിക്കുന്നത്. ആ കാണുന്ന കാഴ്ചയിൽ അവൻ തിരിച്ചറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. തനിക്ക് തേജോമയനായ ദൈവമായിട്ട് അടുക്കാൻ കഴിയില്ല. താൻ ആദമിൻ്റെ മകനാണ്. ന്യായവിധിയുടെ വാള് തൻ്റെ തലയ്ക്ക് മീതെ തൂങ്ങുന്നുണ്ട്. താൻ കേട്ട സദ്വർത്തമാനം എന്താ? ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ കഴിയുന്നൊരു സാഹചര്യമാണ് അവിടെ തുറക്കപ്പെടുന്നത്. രക്ഷകനെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അത്ര വലിയ ഭയാനകമായ ന്യായവിധി കൺമുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് ഒരു പ്രകാരത്തിൽ രക്ഷപ്പെട്ടു വന്നൊരവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ 1-2 വീഡിയോ കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ സൈഡിൽ, അതായത് ഒരു ഉയരമുള്ള ഭാഗത്തു നിന്നൊരു കൊച്ചുകുട്ടി ഒരു സൈക്കിളിൽ അവൻ്റെ പിടിവിട്ട് അവൻ നേരെ മെയിൻ റോഡിലേക്ക് വരികയാണ്. ശരവർഷം പോലെ വണ്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റോഡിലേക്ക് അവൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാർ അവൻ്റെ സൈക്കിളിൻ്റെ സൈഡിലിടിച്ചു. ആ സൈഡിലിടിച്ചപ്പോൾ അവൻ തെറിച്ചു പോയി. സൈക്കിൾ തൊട്ട് പുറകെ വന്ന KSRTC ബസ്സിനടിയിലേക്കും പോയി. ഭയാനകമായൊരു രംഗമായിരുന്നു അത്. നമ്മളെല്ലാം അത് കണ്ട് സ്തബ്ധരായി പോയവരാണ്. ഒരു മനുഷ്യനും പറയില്ല ആ കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന്.
അടുത്ത സെക്കൻഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അവൻ ആ നിലത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗമാണ്. മനുഷ്യരെല്ലാം ആശ്ചര്യം കൂറി അത് നോക്കുക. അവൻ്റെ സൈക്കിൾ KSRTCയുടെ ഇടയിൽ പഞ്ചറായിപ്പോയി മൊത്തത്തിൽ. ആ കാറ് അവൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ തട്ടിയതുകൊണ്ടാണ് അവൻ തെറിച്ചു പോയത്. ആ തെറിച്ചു പോയ കുഞ്ഞ് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ശരിക്കും അവൻ്റെ രണ്ടാം ജന്മമല്ലേ അത്? ആണോ അല്ലയോ? ആ KSRTCയുടെ ഇടയിൽ ചമ്മന്തിയായി പോകേണ്ടതായിരുന്നു. ഇപ്പോൾ അവൻ ജീവനോടെ തന്നെ നിൽക്കുകയാണ്. അവൻ്റെ നെഞ്ചിടിപ്പ് നിങ്ങൾക്ക് കേൾക്കാമോ സഹോദരങ്ങളെ? അവൻ്റെ നെഞ്ചിടിപ്പ് നിങ്ങൾക്ക് കേൾക്കാമോ? ഭയങ്കര ഇടിയായിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വരെ കേൾക്കുക ആ നെഞ്ചിടിപ്പ്. അത്ര ഇടിച്ചോണ്ടിരിക്കുക. മരിച്ചവനായിരുന്നേ, പക്ഷെ താൻ മരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. അതുപോലെയല്ലേ നാം പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഉദ്ധാരണം പ്രാപിച്ചു വരുന്ന നിമിഷം മരണപാശങ്ങൾ നമ്മെ ചുറ്റിയിരിക്കുകയല്ലായിരുന്നോ? പെന്തിക്കോസുകാരി, നീ ഇത് കേട്ടിട്ടുണ്ടോ? മരണപാശങ്ങൾ നമ്മെ ചുറ്റിയിരിക്കുകയായിരുന്നു. മരണദൂതൻ ചിറകടിച്ച് നിൽക്കുകയായിരുന്നു. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. വിടുതൽ, വിടുതൽ, വിടുതൽ. ഇതിനാണ് വിടുതൽ എന്ന് പറയുന്നത്. മരണപാശങ്ങളെ അഴിച്ചു. പാതാള വേദനകൾ നമ്മെ കാത്തിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമ്മെ വിടുവിച്ചു. കണ്ണാല കാണിക്കുകയാണ്. ഉഴവുചാല് പോലെ ഉഴുതുമറിക്കപ്പെട്ട ഒരു തിരുമേനി. നമ്മുടെ ആത്മമണവാളൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്തു വലിയ വിലയാണ് കൊടുത്തത്. അന്നേരമാണോ നീ 100 ഗ്രാമിൻ്റെ വളയുടെയും മാലയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്? നോക്കണം, ഞാൻ എൻ്റെ ഒരു മെസ്സേജിൽ പോലും ആരെയും കുത്തി പ്രസംഗിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഈ ഓർണമെൻറ്റ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടാണ്. അവരൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെയൊക്കെ ആതിഥ്യ മര്യാദ എന്നൊക്കെ പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഈ സത്യങ്ങളെയെല്ലാം പറയുമ്പോൾ ഇത് ഇങ്ങനെയല്ലേ പറയേണ്ടത്? നിങ്ങളുടെ ആതിഥ്യ മര്യാദയെ സ്വീകരിച്ച് നിങ്ങളുടെ പുട്ടും കടലയും തിന്നിട്ട് മിണ്ടാതെ ഏമ്പക്കം വിട്ടിട്ട് പോകാൻ എന്നെ കിട്ടില്ല. നിങ്ങളോട് തന്നെയാണ് സത്യം പറയുന്നത്. നമ്മൾ വിശ്വാസ വഴിയിലേക്ക് ചുവട് വെച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്ന എന്താ? നമ്മെ തന്നെ സമ്പൂർണമായൊരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാനാ. പ്രിയ സഹോദര സഹോദരി, നിന്നെ സൃഷ്ടിച്ച നാളിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാതിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക, അവിടെ എവിടെയെങ്കിലും കിഴുത്തയുണ്ടോയെന്ന്. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടെല്ലാം ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ചെവിയിലൊന്ന് പിടിച്ചു നോക്കുക. ഒരൊറ്റ കുഞ്ഞിൻ്റെ കാതിൽ ഒരു തുള കാണില്ല. എത്ര മനോഹരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് സംവിധാനം എന്താണെന്നാണ് വിചാരിച്ചത്? ഇതിനകത്തിരിക്കുന്ന 2 കിഡ്നി ഉണ്ട്. കിഡ്നി, ആ സാധനം ആർട്ടിഫിഷ്യലായിട്ട് പുറത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിരിക്കുന്ന ഈ റൂം മുഴുവനും നിറയും ആ കിഡ്നി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വെക്കണമെങ്കിൽ. ഞാനിരിക്കുന്ന ഈ റൂം മുഴുവൻ നിറഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് കിഡ്നി. ആ സാധനം കംപ്രസ് ചെയ്ത് അതിനെന്താ വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ആ അത്ര വലിയ കിഡ്നി എന്ന് പറയുന്ന സാധനം ചെറുതാക്കി എൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിരിക്കുക. ഇതിനകത്തെ ഓരോ സംവിധാനങ്ങളെയും കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അത്ഭുതമാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? ഏത് സങ്കീർത്തനത്തിലാണ് അത്? അതെടുത്തവർ വേഗം ഒന്നങ്ങ് വായിച്ചോ. ആരെടുത്തെന്ന് വെച്ചാൽ അവരങ്ങ് വായിച്ചോ. അപ്പോൾ 139 സങ്കീർത്തനത്തിൻ്റെ 13ഉം 14 ഒന്നുകൂടെ വായിച്ചേ. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അതെൻ്റെ ഉള്ളം അറിയുന്നു. എൻ്റെ ഉള്ളം ഒന്നും അറിയുന്നില്ല. ഞാൻ ചുമ്മാ പെന്തിക്കോസാണ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ചുമ്മാ പെന്തിക്കോസായിട്ട് നടന്നിട്ട് തന്നെ കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം, ബോധ്യപ്പെടണം. ചുമ്മാ പെന്തിക്കോസിനൊന്നും നമ്മളീ പറയുന്നൊന്നും മനസ്സിലാവില്ല. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വില കൊടുത്ത് നിൽക്കുന്നവരുണ്ട്. അത്തരക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും.
അപ്പം നമ്മെ അതിശയകരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒന്നിനും എതിരല്ല കേട്ടോ. എന്നോട് ഒത്തിരി വിരുദ്ധന്മാർ സംസാരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാറുണ്ട്, ദൈവത്തിന് സ്വർണത്തോട് വിരോധമുണ്ടോ, വെള്ളിയോട് വിരോധമുണ്ടോ, ചെമ്പിനോട് വിരോധമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. നമ്മൾ പറഞ്ഞോ വിരോധമുണ്ടെന്ന്? നമ്മൾ ആരും പറഞ്ഞില്ല അങ്ങനെ വിരോധങ്ങളുള്ള കാര്യമൊന്നും. നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് ആഴങ്ങളുണ്ട്. അതൊരു യാഗമായിട്ടാണ് സമർപ്പിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ ആ മെസ്സേജിനകത്ത് ലേവ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അത് ആസ്വാദ്യമായി എന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചു, ദൈവമേ, ലേവ്യാപുസ്തകം 1-ാം അധ്യായത്തിലെ ആ കാര്യങ്ങളൊക്കെ അതൊരു വെളിപ്പാടെന്ന നിലയിലാണല്ലോ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഹോമയാഗത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ, അർപ്പിക്കുന്നു എങ്കിൽ, അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളെ പറഞ്ഞു വന്നത്. അപ്പോൾ ആ കാര്യങ്ങളുടെ ഗൗരവത്തിലേക്ക് നമ്മൾ വരണം. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ അതതിൻ്റെ മര്യാദയ്ക്ക് വേണം ചെയ്യാൻ. അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമായൊരു യാഗമായി മാറും. പ്രമാണപ്രകാരമാണ് കാര്യങ്ങളെ ചെയ്തതെങ്കിൽ ചുമ്മാ എങ്ങനെയെങ്കിലും നമുക്ക് അർപ്പിക്കാൻ പറ്റുമോ? ലേവ്യപുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു. അതായത് ഇതിൻ്റെ പശ്ചാത്തലം വേറെ, ഞാൻ ആ ഒരു വാക്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അവിടെ ഹോമയാഗം കൊണ്ടുവന്ന വ്യക്തി അത് നിയമപ്രകാരം അർപ്പിച്ചു. ഇപ്പോൾ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നിയമപ്രകാരമേ അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് തോന്നുന്നത് പോലെ അർപ്പിക്കാൻ പറ്റില്ല. സ്നാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഴങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് റോമർ 12-ന്റെ 1-2 വാക്യം എടുത്തത്. അവിടെയാണ് ശരീരം സമർപ്പിക്കേണ്ട ആഹ്വാനം വരുന്നത്. അത് യാഗമായി ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ യാഗത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ വിശദമായ ഒരു പഠനമില്ല. അങ്ങനെയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം. എത്രയോ അധ്യായങ്ങളാണ്, അതിലേക്ക് നമ്മൾ ഇറങ്ങി വരേണ്ടത്. അവിടെയാണ് 5 വിധ യാഗങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്താ പറഞ്ഞത്? നമ്മെ സൃഷ്ടിച്ച നാളിൽ അതിശയകരമായി അത്ഭുതകരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മെ പോലെയാണോ സിംഹവും പുലിയും കരടിയൊക്കെ ഇരിക്കുന്നത്? അങ്ങനെയാണോ? നമ്മെ എത്ര അത്ഭുതകരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മിൽ ഓരോരുത്തരും ദൈവത്തിന് ശ്രേഷ്ഠരാണ്, ദൈവത്തിന് പ്രിയരാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന്. അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നൊരു വാക്കാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ കുഞ്ഞ് അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഐശ്വര്യ റോയി ഒന്നും അല്ലേലും ഐശ്വര്യ റോയിയുടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഐശ്വര്യ റോയിയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഐശ്വര്യ റോയി അല്ല. ഒരു സാധാരണ കൊച്ച, വലിയ സൗന്ദര്യമൊന്നുമില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് നമ്മുടെ കുഞ്ഞാണ്. ആ കാരണത്താൽ നമുക്കതിനോട് പ്രിയമുണ്ട്. അങ്ങനെയെങ്കിൽ വലിയവനായ ദൈവം തൻ്റെ കരത്താൽ മെനഞ്ഞെടുത്ത നമ്മെ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ പുസ്തകത്തിൽ? വളരെ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പം ഇതൊക്കെ പറയാനുള്ള കാരണം ആ ഉപദേശിയുടെ വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ചില മറുപടികളൊക്കെ പറയേണ്ടി വരികയാണ്. ഈ തലമുറയിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരെല്ലാം ഭോഷന്മാരും മണ്ടന്മാരും വിഡ്ഢികളുമാണെന്നാണ് പറയുന്നത്. ആട്ടെ, നമ്മളിച്ചിരി വിഡ്ഢിയാകാൻ തയ്യാറാണ്. ഞങ്ങൾ തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ കാത് വെച്ച് കൊടുക്കുന്നില്ലെന്നേ. തട്ടാൻ്റെ അടുത്ത് ഞങ്ങൾ കാത് വെച്ച് കൊടുക്കുന്നില്ല. ആ കാരണത്താൽ ഞങ്ങളെ വെടക്കെന്ന് എണ്ണുകയോ ബുദ്ധിയില്ലാത്തവരെന്നോ ബുദ്ധിശൂന്യരെന്നൊക്കെ വിളിക്കുകയാണെങ്കിലും സന്തോഷത്തോടെ ഞങ്ങളതങ്ങ് ഏറ്റെടുക്കും. അത്ര തന്നെ. അതല്ലാതെ ഇപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നോക്കണം, നമ്മളെ അതിശയകരമായും അത്ഭുതകരമായും തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ അഡീഷണൽ ഫിറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ നമ്മൾ എന്താ നിശബ്ദമായി ദൈവത്തോട് പറയുന്നത്? മിസ്റ്റർ സൃഷ്ടാവേ, അങ്ങയുടെ സൃഷ്ടിപ്പ് അത്ര നന്നായില്ല. കുറച്ചും കൂടെ മെച്ചമായ നിലയിൽ എന്നെ 4 ആളുടെ മുമ്പിൽ നിൽക്കാൻ പാകത്തിന് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അങ്ങ് അത്രയും മനോഹരമാക്കിയില്ല. ആ കാരണത്താൽ ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടെ അലങ്കരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ ഈ മെസ്സേജുകളുടെ പ്രാധാന്യം എന്താ? ക്രൂശ് മുൻപിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. കത്തുന്ന ബലിപീഠം നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുകയാണ്. ചുമ്മയൊന്നുമല്ല നമ്മൾ ഈ കാര്യങ്ങളെ പറയുന്നത്. കൺമുമ്പിൽ ഇരിക്കുകയാണ്. ഒരുവൻ കൊടുത്ത വിലയുടെ ആഴം. തൻ്റെ മണവാട്ടിയെ നേടുവാൻ വേണ്ടി വീണ്ടെടുപ്പിൻ വില കൊടുക്കുകയാണ്. ദൈവകുഞ്ഞാട് അറുക്കപ്പെടുകയാണ്.
അങ്ങനെ നമ്മെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെ നമ്മെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നു. ഇനി നാം നമുക്കായി ജീവിക്കേണ്ടവരല്ല. നമ്മുടെ പാട്ട് തന്നെ അങ്ങനെയല്ലേ, എൻ്റെ ഗീതം ഒന്നും വേണ്ട നിൻ്റെ ഗീതം മതി എന്നല്ലേ നമ്മൾ പാട്ട് പാടുന്നത്. പാട്ട് മാത്രമേ ഉള്ളൂ. പാട്ട് ആൾക്കൂട്ടത്തിൽ പാടാൻ നമ്മൾ മിടുക്കന്മാരാ. എന്നാലത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് എവിടെ റെഫറൻസ് എന്ന് ചോദിക്കുന്നത്. ഈ മുസ്ലിം സഹോദരങ്ങൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെയാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് താൻ പറഞ്ഞത്? ഞാനാണ് ദൈവം എന്ന് യേശു എപ്പോൾ പറഞ്ഞു? അതാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ കുറേ പുള്ളികളുണ്ട് ഇപ്പോൾ. ഈ എല്ലാ പെന്തിക്കോസ്, യാക്കോബ, ഓർത്തഡോക്സ്, കത്തോലിക്ക, ഇതിനകത്തുനിന്നൊക്കെ ഒത്തിരി ബിരുദന്മാരിപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇവന്മാരെല്ലാം ചോദിക്കുന്നത് യേശു ദൈവമാണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. ഒത്തിരി എണ്ണങ്ങളാണ് തലതിരിഞ്ഞു പോകുന്നത്, ഒത്തിരി എണ്ണങ്ങൾ. അതിനിടയിൽ ഈ ചെറിയ സംഘത്തെ വചനത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്? നമ്മിൽ ഓരോരുത്തരും പ്രാഗൽഭ്യമുള്ളവരായി മാറണം. തരിമ്പും സന്ദേഹം പാടില്ല. നമ്മൾ നമ്മുടെ രക്ഷയിൽ ആനന്ദിക്കണം, ഉത്തമ ബോധ്യമുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് രണ്ട് രീതിയിൽ പറയാം ഞാൻ, രണ്ട് രീതിയിൽ. അതായത് ചില കുരുത്തക്കേടുകളൊക്കെ നമ്മുടെ ഭാഗത്ത് വരും. ഞാൻ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവരുടെ കയ്യിൽ ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചില കുരുത്തക്കേടുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർ മാതാപിതാക്കളുടെ മുമ്പിൽ വരാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ചെറിയ ചളിപ്പുണ്ടാകും. എങ്കിലും അവർ അടുത്ത് വരും. ചില തട്ടുമുട്ടുകളൊക്കെ കിട്ടുമെന്ന് അവർക്കറിയാം. എന്നാൽ മരണകരമായ പാപം എന്നൊക്കെ പറഞ്ഞതുപോലെ ചില പ്രത്യേക കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് യൗവനക്കാർക്ക് കഴിയാതെ പോകും. ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങളങ്ങ് ഊഹിച്ചെടുത്തോളുക. പലവിധമായ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് വരുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ ചില കുരുത്തക്കേടുകളാണ്, കൊച്ചു കുരുത്തക്കേടുകൾ. അതിനൊക്കെ അവർക്ക് അടുത്ത് വരാനായിട്ട് ചഞ്ചലിപ്പുണ്ടാകില്ല. അവരടുത്ത് വരും. അതൊക്കെ അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങ് സോൾവ് ആകും. അതേസമയം സോൾവ് ആക്കാൻ പറ്റാത്ത നിലയിലുള്ള ചില കാര്യങ്ങളുണ്ട്. അടുത്ത് വരാൻ തന്നെ അവർക്ക് പ്രാഗൽഭ്യം ഉണ്ടാകില്ല. അവിടെയൊക്കെയാണ് യൗവനക്കാർ സൂയിസൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നാട് വിട്ടു പോകുന്നതും അല്ലെങ്കിൽ മറ്റ് പല കുഴപ്പങ്ങളിലേക്കൊക്കെ പോകുന്നത്. പ്രാഗൽഭ്യമില്ല. അതുപോലെയാണോ നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരല്ലേ നമ്മൾ? ഞാൻ ഈ വ്യാജ രക്ഷാഭദ്രതയ്ക്കെതിരെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇവിടെ ഞാൻ നല്ല ഭദ്രതയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധി നിൽക്കുന്നതിന് എന്താ പ്രാഗൽഭ്യക്കുറവ്? നാം ബലഹീനരെന്ന് നമ്മുടെ കർത്താവ് അറിയുന്നു. കുറവുകൾ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ. അതേസമയം നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തുമാറ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിൽ സംശയിക്കുകയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയോ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ദൈവസന്നിധി നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഒളിച്ചോടും, പ്രാഗൽഭ്യം നഷ്ടപ്പെടും. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിലില്ലല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊന്നും പോകുന്നവരല്ലല്ലോ നമ്മളാരും. എന്നാൽ ബലഹീനതകൾ, കുറവുകളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ കാര്യങ്ങളെയൊക്കെ തിരിച്ചറിയുമ്പോൾ ക്രമീകരിച്ച് അനുദിനം പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ പോകാൻ ഉത്സാഹിക്കുക. പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ആ പ്രാഗൽഭ്യത്തിലായിരിക്കണം. പൗലോസിൻ്റെ വാക്കുകളെയാണ് ഞാൻ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം തനിക്കായി വെച്ചിരിക്കുകയാണ്. ഒരു സംശയമൊന്നുമല്ല പറയുന്നത്. കിട്ടുമായിരിക്കുമോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പൗലോസിനെ പോലെ ഉറപ്പിച്ച് പറയും? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും, ഞാൻ പൗലോസ് അല്ലല്ലോ. പൗലോസ് നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ. യാക്കോബ് എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാന്ന. പൗലോസും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാ പ്രിയരെ. അവരെ കർത്താവ് തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചു, അത് വേറെ കാര്യം. അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. അവരുടെ മേൽ കൃപയാണ് പകർന്നത്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിനോട് പറഞ്ഞെങ്കിൽ അതേ കർത്താവ് നമ്മോടും പറയുകയാണ് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. അതേ കൃപ നമ്മുടെ മേൽ ചൊരിയല്ലേ. ആ കൃപയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. പിന്നെ നമ്മൾ ചഞ്ചലിക്കുന്നത് എന്തിനാ? സന്ദേഹങ്ങളുടെ ആവശ്യമുണ്ടോ? ഒരു സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല. തലയെടുപ്പ് എപ്പോഴും വേണം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഞാൻ ഓടുകയാണ്, ഞാൻ ആ ഓട്ടം തികയ്ക്കും. എങ്ങനെയാ? കൃപയാൽ.
കൃപയാൽ ഓട്ടം തികയ്ക്കും. എൻ്റെ മിടുക്കോ എൻ്റെ കഴിവൊന്നുമല്ല, കൃപയാൽ ഞാൻ ആ ഓട്ടം തികയ്ക്കും. അതെൻ്റെ ബോധ്യമാണ്. ഇനി നീതിയുടെ കിരീടം, ഇനി നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ലെന്നേ, എനിക്ക് മാത്രമല്ല. ഇതേ നിലയിൽ പ്രാഗൽഭ്യത്തോടെ ഓടിയവർ, വിശ്വാസം കാത്തവർ, അഗ്നിമയമായ പ്രമാണത്തെ മുറുകെ പിടിച്ചവർ, പ്രമാണത്തിൽ രസിച്ചവർ, അവരെ സംബന്ധിച്ച് അവർക്കെല്ലാം വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. ഇവിടെ ആ സഹോദരങ്ങളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആഭരണം ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാത്തവരെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, ഉപയോഗിക്കാത്ത ആളുകൾ ഭയങ്കര ശ്രേഷ്ഠന്മാർ, ഉപയോഗിക്കാത്തവരെന്തോ കുഴപ്പക്കാരെന്നോ കുറഞ്ഞവരെന്നോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ആത്മീയ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ പല തട്ടുകളുണ്ട്, പല സ്റ്റേജുകളുണ്ട്. നമ്മൾ സ്കൂളിൽ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സൊക്കെ കണ്ടിട്ടില്ലേ? ആത്മീയത്തിലും അതുപോലെ പല അവസ്ഥകളുണ്ട്. അതിൽ ഏറ്റവും താഴെക്കടയിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ശിശുവായിരിക്കുന്ന അവസ്ഥ. ജനിച്ച് വീണതുപോലെ തന്നെ അങ്ങനെ. പാൽക്കുപ്പി എപ്പോഴും കയ്യിലുണ്ട്, ഈ പാൽക്കുപ്പിയും ചപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും എപ്പോഴും. അവർ പറയാണ്, അങ്ങനെയല്ലേ പാസ്റ്ററെ, ഇങ്ങനെയല്ലേ പാസ്റ്ററെ, വാക്യമുണ്ടോ വചനമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാൽക്കുപ്പി കുടിക്കുന്നവരോട് എന്ത് വചനം, എന്ത് റെഫറൻസ് തരുമെന്നേ പറയുന്നത്. ഇവിടെ ഈ നേരം വരെ പറഞ്ഞുകൊണ്ടിരുന്നെല്ലാം വെളിപ്പാടാണ്. വെളിപ്പാടിൽ നിന്ന് നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നപ്പോൾ എന്നോട് ആരും ആഭരണത്തിൻ്റെ കഥയൊന്നും പറയാൻ വന്നില്ല, എന്നെ ആരും ഇട്ട് പഠിപ്പിച്ചുമില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പരിവർത്തിച്ചു തുടങ്ങി. ഞാൻ വിശ്വാസ വഴിയിലേക്ക് വന്നു, വിശ്വാസ സ്നാനത്തിനിറങ്ങി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ ഉപേക്ഷിച്ചത്. ഒരു മനുഷ്യനും എൻ്റെ നേരെ തൂക്കിയുണ്ടിയില്ല. ഞാൻ വിശ്വാസ വഴിയിലേക്ക് വന്ന ആ ചർച്ചിലെ പാസ്റ്ററുടെ ഭാര്യ അത്യാവശ്യം സ്നാനപ്പെട്ടിട്ട് വരുന്ന സഹോദരിമാരുടെ കാതിൽ കമ്മലിട്ട് കൊടുക്കാൻ സഹായിക്കുന്ന സഹോദരിയും കൂടിയാണ്. പിന്നെ അവർക്ക് തന്നെ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സഹായിയായിട്ട് പുള്ളിക്കാരി ഇട്ട് കൊടുക്കും. അതൊക്കെ സ്നാനപ്പെടുന്ന സമയത്ത് പുള്ളി അതൊക്കെ ഉരി വെച്ചേക്കാൻ പറയും. എന്താ പറഞ്ഞതിൻ്റെ സാരം? അത്രമേൽ കോപ്പറേറ്റീവായിട്ടുള്ള സഹകരിക്കുന്ന പാസ്റ്ററും ഭാര്യയായിരുന്നു അവിടെ ഉള്ളത്. മനസ്സിലായി കാണുമല്ലോ. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അവർ വാ തുറന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, എങ്ങും പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല, ഇന്നും പറയില്ല അവരൊന്നും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് വന്ന ഞാനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അത് കൊള്ളാം, തമാശയായിപ്പോയില്ലോ. ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ചുമ്മാ തോന്നുന്നതൊന്നുമല്ലെന്നേ, അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത്. ഞാൻ കണ്ടത് ഭയാനകമായ ന്യായവിധിയാണ്. ഒരുവൻ തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ്. ഇതെല്ലാം കണ്ടിട്ട് തന്നെയായി പറയുന്നത്. അതാണ് എനിക്ക് ഉത്തമ ബോധ്യം ഇതൊക്കെ പറയാനായിട്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടാബർനാക്കിൾ സ്റ്റഡി ഒന്ന് ഓർത്തു നോക്കിയേ. ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ കൂടാരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കൂടാരത്തിന് 4 മൂടുശീലയുണ്ടെന്ന് പറയും. ഏറ്റവും പുറമേയുള്ള മൂടുശീല അത് തകശുതോലാണ്, അഥവാ ബാഡ്ജിയർ സ്കിന്നാണ്. കറുപ്പ് കളറിലുള്ള തുകൽ കൊണ്ടുള്ള ഒരു മൂടുശീലയാണ് ഈ കൂടാരത്തിന് ഏറ്റവും പുറത്തിട്ടിരിക്കുന്നത്. ആ കൂടാരം യേശു ക്രിസ്തുവിന് നിഴലാണ്. ആ കൂടാരം ദൈവസഭയ്ക്ക് നിഴലാണ്, നമുക്ക് നിഴലാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് അവിടെ അനാവരണം ചെയ്തു വരുന്നത്. കൂടാരത്തിൻ്റെ പുറമെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യവുമില്ലെന്നേ. ബാഡ്ജിയർ സ്കിന്നാണ്, തകശുതോലാണ്. ലോകം കാണുന്നത് ആ തകശുതോൽ മാത്രമാണ്. അതേസമയം കൂടാരത്തിനകത്തേക്ക് വന്നാൽ 4 നൂലുകളാൽ തുന്നിയ അതിമനോഹരമായൊരു മൂടുശീലയാണ് ഏറ്റവും അകത്ത് കിടക്കുന്ന ഇന്നർ കർട്ടൻ. അതിമനോഹരമായൊരു മൂടുശീല. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലെ ചില മെസ്സേജുകളിൽ, സൺഡേ മെസ്സേജുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അകത്തുള്ളത് അതിമനോഹരമാണെങ്കിലും പുറമേയുള്ളത് മനോഹരമല്ല. അത് കണ്ടിട്ടാണ് പാട്ടുകാരൻ പാടിയത്. എന്താ പാടിയത്? ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി,
ക്രൂശിൻ നിറം മാത്രം മതി. അതിമനോഹരമായൊരു പാട്ടാണ്. സമാഗമന കൂടാരത്തെ മുൻനിർത്തിക്കൊണ്ട് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഇടയാറം മുളയ്ക്കലുള്ള തൻ്റെ ഭവനത്തിൻ്റെ തട്ടിൻപുറത്ത് കിടന്ന് എഴുതിയ പാട്ടാണ്. തൻ്റെ മകൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പിന്നത്തേതിൽ എഴുതിയ പാട്ടാണ്. ജീവനത്തിൻ വമ്പ് വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ക്രൂശിൻ്റെ നിറം അങ്ങനെ ആകർഷിക്കപ്പെടുന്ന ഒന്നല്ലെന്നേ. ക്രൂശിൻ്റെ നിറം അത്ര മനോഹരമല്ല, അത്ര ആകർഷിക്കത്തക്ക നിലയിലുള്ളതല്ല. എല്ലാവർക്കും അതിലേക്ക് ആകർഷിക്കപ്പെട്ടു വരാനായിട്ട് കഴിയില്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തെയായി പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും അത്ര താല്പര്യമുണ്ടോ? ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ജീവിതം. ബാഹ്യാലങ്കാരങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. അവൻ യാത്രക്കാരനാണ്. അവൻ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശീതക്കാറ്റും ഉഷ്ണക്കാറ്റും ഒക്കെ ഏറ്റവനിങ്ങനെ സിയോനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരൻ, പരദേശിയായവൻ. അവനൂടെ ശേഷം മനുഷ്യരെ പോലെ അണിഞ്ഞൊരുങ്ങാനും തലകുത്തി നിൽക്കാനൊന്നും അവന് സമയമില്ല. അവനെ കാത്തിരിക്കുന്ന പ്രതിഫലങ്ങൾ, കിരീടങ്ങൾ, ഉന്നതമായ പദവി, കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ അലങ്കാരങ്ങളുണ്ടെന്നേ ഒരു സത്യക്രിസ്ത്യാനിക്ക് അലങ്കാരങ്ങളുണ്ട്. അത് ബാഹ്യ അലങ്കാരങ്ങളല്ലെന്ന് മാത്രം, ആന്തരികമായ അലങ്കാരങ്ങളാണ്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന നീതിയുടെ വസ്ത്രം, ഉത്സവ വസ്ത്രം, ആ രക്ഷാവസ്ത്രം, അതിൽ വിശേഷപ്പെട്ട പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തൈലുള്ള പണികളൊക്കെയുണ്ട് അതിനകത്ത്, അല്ലേ? വിശേഷപ്പെട്ട ചിത്രത്തൈലുകൾ, പൊൻകസവിൻ്റെ പണികൾ. അതുപോലെ തന്നെ വിശുദ്ധാലങ്കാരങ്ങളുണ്ട്. വിശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളാണ്. വിശുദ്ധാലങ്കാരങ്ങളുണ്ട്. അതൊന്നും പുറമേയല്ലെന്ന് മാത്രം, അതൊക്കെ അകമയാണ്. പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കപ്പെടണമെന്ന് പ്രസംഗിക്കുന്ന ഉപദേശിയുടെ പെമ്പിള തന്നെ ജോയി ആൽക്കാസി പോയി കഴുത്ത് നീട്ടി വെച്ച് കൊടുക്കുകയാണ് ഒന്ന് തുളച്ചേക്കാൻ. പുറമേ ഉള്ളത് നാൾക്ക് നാൾ ക്ഷയിക്കണം അത്രേ. ഉപദേശിയുടെ പ്രസംഗമാണ്. പുൾപ്പിറ്റെല്ലാം ചവിട്ടി മറിച്ച് പുള്ളി അയ്യോ എന്നാ പ്രസംഗിക്കുന്നത്. എന്നിട്ട് കെട്ടിയോളയും കൊണ്ട് പോയേക്കുകയാണ് ഒന്ന് ചെറുതായിട്ടൊരു തുളച്ചേക്കാൻ. ഈ ശരീരം ബലിപീഠത്തിൽ വെച്ചതല്ല. അതുകൊണ്ടാണ് ഈ തുളയ്ക്കാൻ പോകുന്നത്. വെച്ചവർക്കത് സാധ്യമല്ല. ഇത് പറയുമ്പോൾ പിന്നെയും തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആരോടും സജിപ്പാസയ്ക്ക് വിരോധമില്ല. മെസ്സേജ് ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. ഇങ്ങനെ തന്നെ പോകും. ഇവിടെയൊക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ ആളുകൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടായ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ വ്യവസ്ഥാപിത പെന്തിക്കോസ്തുകാർ ഈ പറഞ്ഞ സാധനമൊന്നും ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ ആളുകളുടെ കയ്യിലുള്ള കുശുമ്പും കുന്നായ്മയും അസൂയയും കൂട്ടിക്കൊടുപ്പും ഇടപാടും ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും ഒന്നും ഇത് ഉപയോഗിക്കുന്ന പലരിലും ഇല്ലെന്നുള്ളതാണ് നഗ്നസത്യം. ഈ ഒരു ചെറിയ മാലയും കമ്മലൊക്കെ ഇട്ട് കിടക്കുന്ന എത്രയോ സഹോദരിമാരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. തങ്കപ്പെട്ട സ്വഭാവത്തിനുടമകളാണ് പലരും. അതേസമയം ഇതൊക്കെ ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് കിടക്കുന്ന പുള്ളിക്കാരികൾ പലതും എൻ്റെ ദൈവമേ പേടിയാവും, കട്ടിലടി കയറും ചിലതിൻ്റെയൊക്കെ പേരോർക്കുമ്പോൾ തന്നെ. അത്രയ്ക്കും ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊക്കെ ആരാണ്ട് പണ്ടെങ്ങാണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ ഊരിപ്പറിച്ച് കളഞ്ഞതാന്നേ. എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടും കേട്ടിട്ടൊന്നും അല്ല പല പുള്ളിക്കാരികൾ ഇതൊക്കെ ഊരിപ്പറിച്ച് വന്നത്. ഹൃദയത്തിൻ്റെ പിടച്ചൽ കൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിനോട് അനുരൂപയാകണം എന്നുള്ള വെമ്പലിലൊന്നുമല്ല. ഉഴുതുമറിക്കപ്പെട്ടിട്ടില്ലെന്നേ. ഉഴുതുമറിക്കപ്പെടാത്ത പുള്ളിക്കാരികളാണ് ഇതെല്ലാം ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് കിടക്കുന്നത് ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട്. എനിക്കറിയാവുന്നൊരു സഹോദരിയുണ്ട്. ആ സഹോദരി ഒരു ഹോസ്പിറ്റലിലെ അറ്റൻഡർ, സർക്കാർ ഹോസ്പിറ്റലിലെ അറ്റൻഡറാണ്. ആ ഹോസ്പിറ്റലിൽ ഞാൻ നമ്മുടെ ഒരു സഹോദരൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവനെ കാണാനായിട്ട് ചെല്ലുകയാണ് സർക്കാർ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ പെന്തിക്കോസുകാരി അതിൽ നടന്നു പോവുകയാണ്. അവൾ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രധാനപ്പെട്ട പുള്ളിക്കാരിയാണ്. അവിടുത്തെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും അടുത്ത ആൾ തന്നെയാണ്. കൈക്കൂലി മേടിക്കുന്ന കാര്യത്തിൽ അവൾ മിടുക്കുകയാണ്. അവൾ കാതുമില്ല കഴുത്തുമില്ലാതെ നടക്കുന്ന നടപ്പ് കണ്ടു കഴിഞ്ഞാൽ, ആ നാട്ടിൽ അത്യാവശ്യം നാക്ക് വളച്ചു കഴിഞ്ഞാൽ പറയുന്ന ഭാഷ കേട്ട് കഴിഞ്ഞാൽ ദൈവമേ മനുഷ്യന്മാർ ഓടുന്ന വഴി കാണില്ല. ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്, ദൈവമേ ഇതിനൊക്കെ ആരെങ്കിലും ഒരു 100 ഗ്രാമിൻ്റെ മേടിച്ചു കൊടുത്ത് തൂക്കി ഇടിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നെങ്കിൽ വിശ്വാസി സമൂഹത്തിന് തലയെടുപ്പോടെ നടക്കാമായിരുന്നല്ലോ എന്ന്. ഈ പറയപ്പെട്ട ഇവിടുത്തെ വ്യവസ്ഥാപിത പെന്തിക്കോസ് സമൂഹം എന്ന് പറയുന്ന ക്ലാസിക്കൽ പെന്തിക്കോസിൻ്റെ സാക്ഷ്യമില്ലായ്മ നിമിത്തമാണ് പിന്നത്തേതിൽ അനേക ശുശ്രൂഷകന്മാരും അനേക പ്രിയപ്പെട്ടവരും ചാരമില്ലെന്നേ ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് നമ്മളെന്നുള്ള സ്വയനീതീകരണത്തിലേക്ക് അവരെത്തുക. കാരണം അവർ നോക്കുമ്പോൾ ഈ കൈക്കൂലി മേടിക്കുന്നു, ചീത്തത്തരങ്ങൾ പറയുന്നു,
വെടക്കായ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കാര്യം ഞാൻ ഒരു റാൻറ്റം എടുത്തുകൊണ്ട് വന്നതാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയുള്ള ധാരാളം പേരുണ്ടെന്നേ. മുന്നമേ ഞാനൊരു മെസ്സേജിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ വിശ്വാസ വഴിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പുതിയ ഫാക്ടറി വെച്ചിട്ട് അതിലേക്ക് എനിക്ക് ഇലക്ട്രിസിറ്റി വേണം. എനിക്ക് 1 കിലോമീറ്റർ 3 ഫേസ് ലൈൻ വലിക്കണം. അവിടേക്ക് വലിയൊരു ട്രാൻസ്ഫോമർ വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം നടപടിയാകാതെ ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നമേ ഒരു മെസ്സേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 10 മാസക്കാലമാണ് ഞാൻ പമ്പരം പോലെ കറങ്ങിയത്. ചില്ലറ കറക്കമല്ല അത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നോട് കരുണ കാണിച്ചില്ല. ആ ഫാക്ടറി ഇരിക്കുന്ന ആ ജില്ലയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻസ്പെക്ഷന് വരികയാണ്. ഇൻസ്പെക്ഷന് വരുമ്പോൾ KC ബോർഡിലെ ഒരാൾ എന്നോട് സൂചിപ്പിച്ചു, പുള്ളി ഒരു കത്തോലിക്കനാ, എടാ ആ പുള്ളി ഒരു പെന്തിക്കോസാണ്, നീ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം കേട്ടോ, കൈകാര്യം ചെയ്താലാണ്, പുള്ളി വലിയ ചില്ലറയുടെ ആശാനാണെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഈ പുള്ളിക്കാരൻ വന്നു, ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവിടെ ഒരു ബാർ ഹോട്ടലിലാണ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാർ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വാസിയൊന്നുമല്ല. നമുക്ക് അകത്തേക്ക് പോയിരുന്നു വിശാലമായി നമുക്ക് കഴിക്കാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു റെസ്റ്റോറൻറ്റിൽ ഇതൊക്കെ എങ്ങനെ പുള്ളിയോട് പറയും, നമുക്കെന്നാൽ അതിൻ്റെ ഒരു റൂമിലിരിക്കാമെന്ന് പറഞ്ഞു. റൂമുണ്ടല്ലോ, നമുക്കിവിടെ പൊതുവായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയോട് ആവുന്ന പറയുന്നുണ്ട്, ഒരു ചെറിയ ബിയറെങ്കിലും. പുള്ളി കടുപ്പിച്ചാൽ നോക്കുന്നു, ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഇയാൾ മുടിഞ്ഞ പെന്തിക്കോസാന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് IPC എന്നെ PC എന്നെ ഒരു കുന്തം എനിക്കറിയില്ല. ആകെ അറിയാവുന്ന ഉദ്ദേശിന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഒരു ഭാഷ ഇത്രേ ഉള്ളൂ, എല്ലാ ഉദ്ദേശിമാരെന്നുള്ളതാണ്. പെന്തിക്കോസ് എന്നുള്ളതും അറിയാം, ഉപദേശി എന്നുള്ളതും അറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പുള്ളിയോട് ഞാൻ എന്നാൽ സോഡയെങ്കിലും കുടിക്കുന്നൊക്കെ പറഞ്ഞ് ചാപ്പാടൊക്കെ കഴിച്ച് ഞാനൊരു ചെറിയ കൈമടക്ക് കൊടുത്തു പുള്ളിക്ക്. എൻ്റെ വിചാരം അതിൽ പുള്ളി തൃപ്തിപ്പെടുമെന്നാണ്. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞതുണ്ടല്ലോ, എൻ്റെ ഫയലിൽ പുള്ളി ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചു. എനിക്ക് ലൈനും ഇല്ല, ട്രാൻസ്ഫോമറും ഇല്ല, ഒന്നുമില്ല. പിന്നീട് ഞാൻ അറിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയി, ആ കാരണത്താലാണ് പുള്ളി ഫയൽ ക്ലോസ് ചെയ്തതെന്ന്. ഞാൻ കൊടുത്ത ചില്ലറേ, ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? മാലയും കമ്മലും ഒന്നും ഉപയോഗിക്കാത്തൊരു പെന്തിക്കോസുകാരൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഞാനോ അന്നൊരു പെന്തിക്കോസുകാരനല്ല, ഞാൻ വെറും ജഡമയനായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ. ഞാനാണോ ജഡമയൻ, അങ്ങേരാണോ ജഡമയൻ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഞാൻ പിന്നെ ഒരു മര്യാദക്കാരൻ, ആദിത്യ മര്യാദയുള്ള ആളാണ്. ഇതൊക്കെ കഴിക്ക് സാറേ, കുടിക്ക് സാറേ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ കൊടുത്ത കൈമടക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഫയൽ മുടക്കി കളഞ്ഞു. എൻ്റെ കാര്യം നടപടിയാകാതെ പോയി. അപ്പോൾ എന്താ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാക്ഷ്യമില്ലാത്ത ആളുകളെ കണ്ടിട്ട് മറ്റനേകർ ഈ വിശ്വാസ വഴി വന്നിട്ട് അവർ ഈ ഒരു സമർപ്പണ അനുഭവത്തിലേക്കും ആഴമേറിയ ക്രിസ്തീയ ജീവിതത്തിലേക്കും അവർ കടന്നു വന്നില്ല. അവരവരുടെ വഴിയിൽ, അവരുടെ ബുദ്ധിയിൽ, സ്വയനീതീകരണത്തിൽ അങ്ങനെ പോയി. ഈ പുള്ളിയേക്കാളും ഞാൻ എത്രയോ കേമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ അറ്റൻഡർ ലീലാമയേക്കാളും ഞാൻ എത്രയോ കേമെന്നാണ് പല സൗരന്മാരും ചിന്തിക്കുന്നത്. അവർ സ്വയം അങ്ങ് നീതീകരിക്കുകയാണ്, സ്വയം അങ്ങ് ചിന്തിക്കുക. അപ്പോൾ വേറൊരു ചോദ്യം വരാം, യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തിലുള്ള സായിപ്പ്മാരൊക്കെ ഇങ്ങനെയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിലൊക്കെ ഈ ബോധ്യമുള്ളവരുണ്ട്. എനിക്കറിയാമെന്നേ, അങ്ങനെ ബോധ്യമുള്ള ആളുകളുണ്ട്, അങ്ങനെ ആ ഒരു സമർപ്പണത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. കോടാനുകോടിയൊന്നുമില്ല, ഉണ്ട്. പിന്നെ ഓർക്കണം, അവരുടെ ഒന്നും ജീവിതം പോലെയല്ല ഇന്ത്യക്കാരൻ്റെ ജീവിതം. ഇന്ത്യക്കാരൻ ഈ വിഷയത്തിൽ ഭ്രാന്താണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള, വിശേഷിച്ച് മലയാളക്കരയിലുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ ഈ കാര്യത്തിൽ ഇതവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതെങ്ങാനും 10 മിനിറ്റ് ഊരി വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ഉപയോഗിക്കുന്ന ആ സ്ത്രീകൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് സംശയമാണ്. ഊരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. 2 മിനിറ്റ് 3 മിനിറ്റ് നേരത്തേക്കല്ലോ വല്ല കഴുകാനൊക്കെ വേണേൽ ഊരി വയ്ക്കാം. അതല്ലാതെ കുറച്ച് അധികം നേരം ഊരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൃദയം സ്തംഭിച്ചു പോകും. കാരണം അത് ഊരി വയ്ക്കുകയല്ലേ. ഊരി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാം. എനിവേ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതൊക്കെ ഒരു ക്രൈസാണ്. അതുകൊണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നില്ല. നമ്മളെല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. മുന്നമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്നുകൂടെ പറയാം. ഈ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ആദ്യത്തെ വെഡ്ഡിങ് റിങ് ഇട്ടത് മിസ്രൈമിലാണ്, അഥവാ ഈജിപ്തിലാണ്. ഈജിപ്തിലെ ആദ്യത്തെ വെഡ്ഡിങ് റിങ് എന്ന് പറയുന്നത് കട്ടിയായ ഒരു പുല്ലിങ്ങനെ മെടഞ്ഞ് അതാണ് ആദ്യമായിട്ട് വിവാഹമോതിരം എന്നുള്ള നിലയിൽ ഇട്ടത്. പിന്നെ മരം കൊണ്ട്, പിന്നെ ചെമ്പ്, ഇരുമ്പ് എന്നുള്ള നിലയിലേക്ക് വന്ന്, പിന്നെ വെള്ളിയായി, പിന്നെ അതങ്ങനെ സ്വർണ്ണമായി. അതൊക്കെ കാലാന്തരത്തിൽ പരിണമിച്ചു വന്നതാണ്. അങ്ങനെ തുടക്ക സമയത്ത്, അതായത് ക്രിസ്തുവിന് എത്രയോ 1000 വർഷം പുറകിലത്തെ കാര്യം ഞാൻ ഈ പറയുന്നതെന്നറിയാമോ? നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിക്കാം. അങ്ങനെ ഈ സംസ്കാരം പിന്നീട് എക്സ്പോർട്ട് ചെയ്ത് പോയത് സ്പെയിനിലേക്കും ഇറ്റലിയിലേക്കുമാണ്.
യൂറോപ്പിലെ സ്പെയിനിലേക്കും ഇറ്റലിയിലേക്കും, അവിടെ നിന്ന് യൂറോപ്പിലെമ്പാടും ഇത് പടർന്നു. വെഡ്ഡിങ് റിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ യൂറോപ്പിൽ വളരെ സീരിയസ് ആയിട്ട് പിന്നീട് ജനം അതങ്ങ് ഏറ്റെടുത്തൊരു കാര്യമാണ്. അത് ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്. കാലാന്തരത്തിൽ അത് ലോകം മുഴുവനും സ്പ്രെഡായി. അപ്പോൾ അതിനൊരു തുടക്കം ഉണ്ടെന്നായി പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പല കാര്യങ്ങളും മുൻപോട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും അറിയാത്തതുകൊണ്ട്, ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടുമാണ് പലരും ഈ കാര്യത്തിന് ഗൗരവം കൊടുക്കാത്തത്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ ജീവിക്കുന്ന ഈ സൗത്ത് ഇന്ത്യയിൽ, വിശേഷിച്ച് മലയാളക്കരയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴമേറിയ വെളിപ്പാടുകളും ബോധ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ധാരാളം മനുഷ്യർ, ധാരാളം ശുശ്രൂഷകരൊക്കെ ഉള്ള നാടാണ്. വെള്ളക്കാരുടെ ഇടയിൽ എല്ലായിടത്തും ഈ വെളിപ്പാടും ഈ ബോധ്യങ്ങളും എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എല്ലാ ഏരിയയിലും അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരും ബോധ്യമുള്ളവരും ഉണ്ട്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് നമ്മൾ തന്നെ ഇവിടെ ഇത്രയും പറയുന്നില്ലേ. അപ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പവും പരിചയമുള്ള ആളുകളെ സംബന്ധിച്ച് അവരിതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ആരായണം. നമ്മളിത് പറയുന്നത് കേട്ടിട്ട് ചാടിക്കയറി ഊരിപ്പറിച്ചൊന്നും കളഞ്ഞേക്കരുത്. ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാഞ്ഞ് നോക്കുക, പ്രാർത്ഥിക്കുക, ഈ പറയുന്നതിലല്ലോ കാമ്പും കഴമ്പും ഉണ്ടോ എന്ന് ചിന്തിക്കുക. അതിനകത്ത് കാമ്പും കഴമ്പും ഒന്നും ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വിട്ട് കളഞ്ഞേക്കുക. ഈ പ്രസംഗം തന്നെ എടുത്ത് നിങ്ങൾ ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടോ, ഒരു കുഴപ്പമില്ല. അല്ല, കേട്ട കാര്യത്തിൽ ഗൗരവം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ ഒരു ഗൗരവത്തിലേക്ക് വരാനായിട്ട് ഉത്സാഹിക്കുക. ഇപ്പം നമ്മൾ ഒരു പാട്ട് പാടിയില്ലേ, ആ പാട്ടിലൂടെ നമ്മൾ എന്താ കേട്ടത്? ബാഹ്യ അലങ്കാരങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, അതിനല്ല ഗൗരവം എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതായത് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതായത് ആഭരണധാരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പ്രസംഗമോ പഠനമൊന്നും അല്ല ഇത് സന്ദർഭവശാൽ ഈ കാര്യങ്ങളെയൊക്കെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു ഉപദേശിക്ക് ഒരു മറുപടി എന്നോണം നമ്മളങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അത് മറ്റനേകർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടും കൂടെ അങ്ങനെ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 2:14. നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ട് ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. ഇവിടെ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിന്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നു എങ്കിൽ കതിർ ചുട്ടുതിർത്ത മണികൾ ആദ്യഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭോജനയാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭോജനയാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 2 പാരഗ്രാഫിലും വിശദമായ പല കാര്യങ്ങളും പറഞ്ഞു വരികയാണ്. അത് പറഞ്ഞിട്ട് അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നിന്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാഗം, അതായത് ഇസ്രായേൽ അവരുടെ വയലിൽ നിന്ന് കൊയ്തു കൊണ്ടുവരുന്ന ആദ്യ ഫലത്തെ ഒരു ഭോജനയാഗം എന്ന നിലയിലും അർപ്പിക്കാം. അങ്ങനെ അർപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കതിർ ചുട്ട് ഉതിർത്ത മണികൾ, അതായത് ഈ കറ്റ യാഗപീഠത്തിലെ തീയിലേക്ക് കാണിക്കുകയാണ്. അങ്ങനെ തീയിലേക്ക് കാണിച്ചു കഴിയുമ്പോൾ ആ ഗോതമ്പ് മണിയിലെല്ലാം തീച്ചൂടടിക്കും. തീച്ചൂടടിക്കുമ്പോൾ അതിനകത്ത് ചില പാടുകളുണ്ടാവുമല്ലോ. നമുക്ക് മനസ്സിലാകുന്നത് എന്താ? നെന്മണിയുടെ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. നെൽക്കതിര് തീക്കകത്തേക്കൊന്ന് കാണിക്കുകയെന്ന് വിചാരിച്ചോ. തീക്കകത്തൂടെ ഇങ്ങനെ കാണിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനകത്ത് ചില കറുത്ത പാടുകൾ പോലെ, ഇങ്ങനെ പാടുപോലെ, ചില പുള്ളിക്കുത്ത് പോലെ, ഇങ്ങനെ ചില പാടുകൾ പോലെ അതിനകത്ത് വരും. ചില പാടുകൾ പോലെ വരും. അതായത് സ്വർണ്ണവർണ്ണ നിറമാണ്, അതിനകത്ത് ഇങ്ങനെ ഈ ബ്ലാക്ക് ഡോട്ട്സ് പോലെ, ചില പുള്ളിക്കുത്ത് പോലെയുള്ള പാടുകൾ പോലെ ഇങ്ങനെ വരും. അത് ഉതിർത്തെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അങ്ങനെയല്ലേ വായിച്ചേ? കതിർ ചുട്ട് ഉതിർത്ത് മണികൾ ആദ്യഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. അപ്പോൾ കതിർ ചുട്ട് അതിലെ മണികൾ ഉതിർത്തെടുത്ത് ദൈവസന്നിധിയിൽ ആദ്യഫലങ്ങളുടെ ഭോജനയാഗം എന്നുള്ള നിലയിൽ അർപ്പിക്കണം. ആദ്യഫലം എന്നുള്ളൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യഫലം ആരായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? യേശുക്രിസ്തുവാണ് ആദ്യഫലം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യഫലം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ ലേഖനം 15:20 മുതൽ 23 വരെ വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. 20-ാം വാക്യത്തിലുണ്ട്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് ആദ്യഫലം. കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മൾ ഭോജനയാഗം പറയുന്നത്. തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. താൻ അനുഭവിച്ചതും കടന്നുപോയതുമായ വഴികളെല്ലാം ഉണ്ട് അതിനകത്ത്. അതെല്ലാം വെച്ച് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. ഈ കറ്റ തീയിലൂടെ കാണിക്കണമെന്നല്ലേ വായിച്ചത്? ഈ കറ്റ തീക്കകത്ത് കാണിച്ച് ആ തീച്ചൂടേറ്റ് അത് ഉതിർത്തെടുത്ത് ദൈവസന്നിധിയിൽ അർപ്പിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആദ്യഫലക്കറ്റയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. വിരൂപമാക്കപ്പെട്ട അനുഭവങ്ങൾ,
വിരൂപമാക്കപ്പെട്ട അനുഭവങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വാക്യം കൂടെ വായിച്ച് ആ കാര്യം പൂർത്തീകരിക്കും. അതായത് സെക്കരിയാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം, സഖറായ ചാപ്റ്റർ 13, സെക്കരിയാവ് 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നുവെന്ന് ഉത്തരം പറയും. അതെ, എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ അഥവാ ഈ പാടുകൾ, നിന്റെ കയ്യിൽ കാണുന്ന ഈ പാടുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാന്ന് പറയുന്നു. എന്താ ഇതിൻ്റെ പശ്ചാത്തലം? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ തൻ്റെ സഭയും താനും ഒരുമിച്ച് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യഹൂദന്മാർ കുത്തിയമംഗലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെ വിലാപം കഴിക്കുന്ന നിമിഷങ്ങൾ. പിന്നത്തേതിൽ അവരോട് സംസാരിക്കുന്ന ഭാഗമാണ് സെക്കരിയാവ് 13-ൽ ഈ വായിച്ച ഭാഗം. അവർ ചോദിക്കും, ഈ കയ്യിലെ ഈ പാടുകൾ എന്താണ്, ആ വിലാപ്പുറത്തെ ആ തുള എന്താണ്, ഈ കയ്യിലെ തുള എന്താണ്, ഇതെന്താണെന്നൊക്കെ ചോദിക്കുമല്ലോ. അതുപോലെ ശരീരത്തിൽ ആ വടുക്കളൊക്കെ ഉണ്ടാകും. എന്ന് വെച്ചാൽ തേജസ്കരിക്കപ്പെട്ട ശരീരമല്ലേന്ന് ചോദിച്ചാൽ അതെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ തന്നെ യഹൂദന്മാർക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവരുടെ ഭവനത്തിൽ വെച്ച്, അതായത് അവർ തന്നെ അടിച്ചതാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആ ശരീരത്തിലെ ആ മുറിവുകൾ, ആ പാടുകൾ, അതെല്ലാമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? നമ്മുടെ കർത്താവ് ആദ്യഫലം എന്ന നിലയിൽ ആ സമർപ്പിതനായിരുന്നു, തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. അതെല്ലാം വെച്ചിട്ടാണ് യെശയ്യാവ് പറയുന്നത്, അവനെ കണ്ടാൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എന്ന് പറയുന്നത് ക്രൂശിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥയല്ലേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്. അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ അടുത്ത ദിവസത്തെയോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയിലെയോ മെസ്സേജുകളിൽ ആ കാര്യങ്ങൾ വിശദമായി വരുന്നുണ്ട്. അപ്പോൾ അവിടെ കേൾക്കുക. ഇവിടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ പറയപ്പെട്ട അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയവനാണ്. ആ ക്രിസ്തുവിനോട് അനുരൂപരാകുവാനായിട്ട് വന്നവരാണ് നാം. അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാനായിട്ട് വന്നവരാണ്. അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ വന്നവരാണ് നാം. അപ്പോൾ അതുകൊണ്ട് നാം ആ സമർപ്പണത്തിലായിരിക്കണം. ആ സമർപ്പണാനുഭവത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ പറയപ്പെട്ട ബാഹ്യാലങ്കാരങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യമില്ല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ നരകത്തിൽ പോകുന്നോ പാതാളത്തിൽ എത്തുമെന്നോ ഒന്നും ഈ പ്രസംഗം കൊണ്ട് നിങ്ങൾ വായിച്ചെടുക്കണ്ട. അതൊന്നുമല്ല പറയുന്നതിൻ്റെ സാരം. എന്തുകൊണ്ട് പിന്നെ സജി പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരിൽ ഏറിയ പങ്ക് ആളുകളും വില കൊടുത്ത് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഗൗരവങ്ങളും എനിക്ക് അവരോട് പറയേണ്ടതുണ്ട്. മോശം ഇസ്രായേലിലെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്ന തിരഞ്ഞെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഞാനിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത്, നമ്മൾ വില കൊടുത്ത് വന്ന മനുഷ്യരാണ്. നമ്മളെ സംബന്ധിച്ച് ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല, യാതൊരു പ്രാധാന്യമില്ല. നമ്മുടെ സഹോദരിമാരൊന്നും കാതുകുത്താനൊന്നും പോകുന്നവരല്ല. അവർക്ക് അതിനോടൊക്കെയുള്ള കമ്പം പോയവരാണ്. കമ്പവും ഇമ്പവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയ മനുഷ്യരാണ്. അത്തരക്കാരോടാണ് ഞാനിത് പറയുന്നത്. പിന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ മെസ്സേജൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരാം. നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നൊരവസ്ഥ വെളിപ്പെടട്ടെ. നിങ്ങളെ തന്നെ കാണിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, എന്നെ കണ്ടോ എന്നുള്ള നിലയിൽ ഈ ഷോക്കേസിലൊരു ഡിസ്പ്ലേ ഐറ്റം എന്നുള്ള നിലയിലാണ് പല പെന്തിക്കോസുകാരും തങ്ങളെ തന്നെ ഡിസ്പ്ലേ ഐറ്റമായിട്ട് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഡിസ്പ്ലേ ഐറ്റമായിട്ട് കൊണ്ടു നടന്നെന്ന് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടെ ഉയർന്നൊരു തലത്തിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ആ ഒരു തലത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ, അല്ലാത്തവർ അങ്ങനെയും പോകട്ടെ. നമുക്ക് എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നില്ല, ഒന്നും അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നിയോ? ഒരിക്കലുമില്ല. നിങ്ങൾ പോകുന്ന ആ ബലത്തോടെ തന്നെ നിങ്ങൾ പോവുക. നിങ്ങൾ പോകുന്ന ഈ ബലത്തോടെ നിങ്ങളും പോവുക. അത്ര തന്നെ. രണ്ടു കൂട്ടരും അങ്ങനെ അങ്ങ് പൊക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനിടയിൽ ഇത് എല്ലാം കൂടി ഒന്ന് തട്ടിക്കഴിച്ച് നോക്കാൻ പ്ലാനും പദ്ധതിയുള്ള ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ അങ്ങനെ നോക്കിക്കോ, ഒരു കുഴപ്പമില്ലെന്നേ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഈ പറഞ്ഞ നിലയിലൊക്കെ മുൻപോട്ട് പോകാം. അതിനിടയിൽ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും സമർപ്പണാനുഭവത്തിലേക്കൊക്കെ വരിക, പ്ലാനും പദ്ധതിയുള്ളവർ അങ്ങനെയും വരിക, അത്ര തന്നെ. അപ്പം ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ക്രൂശ് വെളിപ്പെടുത്തി സൗരങ്ങൾ വളരെ ഗൗരവമായിട്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കുക. ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞവരാണ് നാം നമുക്കായിട്ട് ജീവിക്കേണ്ടവരല്ല, സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സമർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണ്ണ സമർപ്പണമാണ്. ആ സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ
ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ പാടിയതുപോലെയും കേട്ടതുപോലെയും ഒക്കെ ആ ഒരു ഗൗരവമായ സമർപ്പണത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.